കരങ്ങളെ ചേർത്തടിച്ച ദൈവദാസനെ ക്ഷണിക്കാം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകലും ഇന്ന് രാത്രിയിലും നിങ്ങളുടെ മധ്യത്തിൽ കർത്താവിൻ്റെ വചനം സംസാരിപ്പാൻ കർത്താവ് ഒരുക്കി തന്ന വലിയ കൃപയ്ക്കായിട്ട് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ച് കർത്താവിനെ സ്തോത്രം പറഞ്ഞാടെ. ഇന്ന് രാവിലെ സംസാരിച്ചു, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി നമ്മൾ കർത്താവിനെ സേവിക്കണം. ഇന്ന് രാത്രി ഞാൻ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ്. ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ്. ഈ ശക്തിയാണ് നമ്മളാക്കി മാറ്റുന്നത്. ഈ പവറില്ലെങ്കിൽ ഒരു വിശ്വാസിക്ക് വിശ്വാസത്തിൽ ജ്വലിക്കാൻ പറ്റത്തില്ല. നമ്മളെ വിശ്വാസത്തിൽ ജ്വലിപ്പിക്കുന്നത് നമ്മുടെ മേൽ വരുന്ന ദൈവശക്തിയാണ്. കരമൊന്ന് ഉയർത്തി ഒരു ആമേൻ പറഞ്ഞാടെ. റോമാലേഖനം 9 അധ്യായം 17-18 വാക്യങ്ങൾ വായിക്കാം. റോമാലേഖനം 9 അധ്യായം 17-18 വാക്യങ്ങൾ. ഇതിനായിട്ട് തന്നെ ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നത് നിന്നിൽ എന്റെ ശക്തി കാണിക്കേണ്ടതിനും എന്റെ നാമം സർവ്വഭൂമിയിലും പ്രസ്താവിക്കപ്പെടേണ്ടതിനും തന്നെ എന്ന് തിരുവെഴുത്തിൽ ഫറവോനോട് അരുളി ചെയ്യുന്നു. അങ്ങനെ തനിക്ക് മനസ്സുള്ളവനോട് അവന് കരുണ തോന്നുന്നു, തനിക്ക് മനസ്സുള്ളവരെ അവൻ കഠിനനാക്കുന്നു. മതി. ഇതിനായിട്ട് തന്നെ ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നു, നിന്നിൽ എൻ്റെ ശക്തി കാണിക്കേണ്ടതിനും എൻ്റെ നാമം സർവ്വഭൂമിയിലും പ്രസ്താവിക്കപ്പെടേണ്ടതിന് തന്നെ എന്ന് തിരുവെഴുത്തിൽ ഫറവോനോട് അരുൾ ചെയ്തിരിക്കുന്നു. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, ഈ വായിച്ച ദൈവവചനത്തെ കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ഈ വചനത്തിലൂടെ ജനത്തോട് സംസാരിക്കണമേ. ഈ വചനത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന പവർ ജനം അനുഭവിക്കത്തക്ക നിലയിൽ പരിശുദ്ധാത്മാവ് ഇതിൻ്റെ അകത്ത് വ്യാപരിക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവശക്തിക്കെതിരെ വ്യാപരിക്കുന്ന സകല പാതാള ഗോപുര ശക്തികളെയും നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. ദേശത്തൊരു വലിയ സ്വാതന്ത്ര്യമുണ്ടാകട്ടെ. ദൈവശക്തി സ്വീകരിക്കുന്നൊരു ഹൃദയം ഈ ജനത്തിൻ്റെ മേൽ കർത്താവ് പകരണമേ. ഞാൻ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗികൾ ഈ രാത്രി സൗഖ്യമാകട്ടെ. ബന്ധനങ്ങൾ അഴിഞ്ഞ് സ്വാതന്ത്ര്യമുണ്ടാകട്ടെ. ദൈവകൃപ ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഈ സഭയെ അനുഗ്രഹിക്കുന്നു. ആത്മാക്കൾ ദേശത്ത് വിടുവിക്കപ്പെടട്ടെ. ദേശത്തുനിന്ന് ജനങ്ങൾ സ്വാതന്ത്ര്യമാകട്ടെ. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഇതിനായിട്ട് തന്നെ ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നു, നിന്നിൽ എൻ്റെ ശക്തി കാണിക്കേണ്ടതിനും എൻ്റെ നാമം സർവ്വഭൂമിയിലും പ്രസ്താവിക്കപ്പെടേണ്ടതിനും തന്നെ. ഇത് മോശയിലൂടെ ദൈവം ഫറവോനോട് പറയുന്ന ഒരു ദൂതാണ്. ഫറവോൻ ഹൃദയം കഠിനപ്പെട്ട് ഇസ്രായേൽ മക്കളെ പീഡിപ്പിക്കുക, ഭയങ്കരമായിട്ട് പീഡിപ്പിക്കുക. മോശയെ ദൈവം അഴച്ചതാണ്. ദൈവമാണ് മോശയെ അഴച്ചത്. മോശ മിസ്രൈമിൽ നിന്ന് ഓടിപ്പോയ ആളാണ്. പിന്നെ തിരിച്ച് മിസ്രൈമിലേക്ക് ഒരിക്കലും പോകത്തില്ലെന്ന് പറഞ്ഞ് അമ്മായപ്പൻ്റെ ആടുകളൊക്കെ മേയിച്ച് ഇങ്ങനെ മരുഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ മോശ ഒരു കാഴ്ച കാണുകയാണ്. മുൾപ്പടർപ്പ് തീ കൊണ്ട് കത്തുന്നു, പക്ഷെ അത് വെന്തു പോകുന്നില്ല. ഈ കാഴ്ച എന്താണെന്നറിയുവാൻ മോശ അടുത്തേക്ക് നിന്നപ്പോൾ മുൾപ്പടർപ്പിൻ്റെ നടുവിൽ ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് മോശയെ വിളിക്കുകയാണ്. മോശെ, മോശെ, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകിയാൽ നിൻ്റെ കാലിൽ നിന്ന് ചെരിപ്പഴിച്ച് മാറ്റുക. ഇന്ന് രാത്രി ഒരു ദൂതി ഞാൻ വിളിച്ച് പറയാം. അവൻ നിൻ്റെ സമയത്തല്ല, ദൈവത്തിൻ്റെ സമയത്ത് നിന്നോട് ദൈവം ഇടപെടും. നിന്നോട് ദൈവം ഇടപെടും. എല്ലാത്തിനും ഒരു സമയം കർത്താവ് വെച്ചിട്ടുണ്ട്. എല്ലാത്തിനും ഒരു സമയം കർത്താവ് വെച്ചിട്ടുണ്ട്. നിന്റെ ശുശ്രൂഷ തുടങ്ങാനൊരു സമയമുണ്ട്. നിന്റെ ശുശ്രൂഷയിൽ അത്ഭുതങ്ങൾ നടക്കാനൊരു സമയമുണ്ട്. നിന്റെ ശുശ്രൂഷയെ തിരിക്കാനൊരു സമയമുണ്ട്. ഈ മോശ ഒരിക്കലും മിസ്രൈമിലേക്ക് പോകുമെന്നോ അവിടെ ഒരു ശുശ്രൂഷ ചെയ്യുമെന്നോ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ആടുകളൊക്കെ മേയിച്ച് 40 വർഷമൊക്കെ ഒരു ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ജോലി മാറി വേറൊരു ജോലി ചെയ്യാമെന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്.
40 വർഷം ആ ഒരു ജോലി ചെയ്തിട്ട് അവിടെ നിന്ന് മാറുക എന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. അപ്പം 40 വർഷം ആടുകളെ മേയിച്ച് നല്ലൊരു ആട്ടിടനായിട്ട് ആടിൻ്റെ കാര്യങ്ങളെല്ലാം കൃത്യമായി അറിഞ്ഞ് ചെയ്യുന്ന ഈ മോശ ഒരു ദിവസം ഒരു കാഴ്ച കാണുകയാണ്. മുൾപ്പടർപ്പ് കത്തുന്നൊരു കാഴ്ച മോശയെ ദൈവം കാണിച്ചു. മോശ ചെല്ലുമ്പോൾ മോശയോട് ദൈവം അതിനകത്ത് നിന്ന് സംസാരിക്കുക. ഇന്ന് ഞാനൊരു ദൂത് വ്യക്തമായി വിളിച്ചു പറയാം. ദൈവത്തിൻ്റെ ഇടപെടൽ ഒരുവൻ്റെ ജീവിതത്തിലുണ്ടായാൽ അവിടം തൊട്ട് അവൻ്റെ ലൈഫ് തിരിയും. ലൈഫ് തിരിയുന്നത് ദൈവം ഇടപെടുമ്പോഴാണ്. ദൈവം ഇടപെട്ട വ്യക്തികൾക്കറിയാം എൻ്റെ ലൈഫിൽ മാറ്റമുണ്ടായത് ആ ദൈവത്തിൻ്റെ ഇടപെടലിലൂടെയാണ്. ഇന്ന് ഞാൻ വളരെ ശക്തമായിട്ട് വിളിച്ചു പറയാം, ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് അതുപോലെ ചില ദൈവിക ഇടപെടൽ നിന്റെ മേൽ കർത്താവ് പകരട്ടെ. അതുപോലെ ചില ഇടപെടലുകൾ കർത്താവ് നിനക്ക് നൽകി തരട്ടെ. അതുപോലെ ചില ദൈവങ്ങൾ കർത്താവ് നിന്നെ ഏൽപ്പിക്കട്ടെ. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ ശക്തിയോടെ ആമേൻ പറഞ്ഞാടെ. അങ്ങനെ മോശയോട് ദൈവം സംസാരിക്കുക. എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു, അവരുടെ നിലവിളി കേട്ടു, അവരെ വിടിവിപ്പാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുക. ആകയാൽ നീ എനിക്ക് വേണ്ടി അങ്ങോട്ട് പോകണം. മോശ പറഞ്ഞു, കർത്താവ് എനിക്ക് പറ്റത്തില്ല, ഞാൻ തടിച്ച നാവുള്ളവനെ, ഞാൻ വിൽക്കണ, എനിക്ക് കഴിവില്ലാത്തവനെ. കർത്താവ് പറഞ്ഞു, ആമൻ, ഞാൻ നിൻ്റെ വായോടും നാവോടും കൂടി ഇരിക്കും, നീ അങ്ങോട്ട് ചെന്നാൽ മതി. ഇന്ന് ഞാനൊരു ദൂത് പറയാം. മോശയെ ദൈവം തള്ളിപ്പറഞ്ഞയച്ചതാ. മോശ പോകാൻ ആഗ്രഹിച്ചോ? ഇല്ല. പക്ഷെ ദൈവം നിർബന്ധിച്ചയച്ചതാ. പക്ഷെ നിർബന്ധിച്ചയച്ച് മോശ അവിടെ ചെന്ന് ആമേ സ്തോത്രം വടി താഴെയിട്ടു. സർപ്പമായി മന്ത്രവാദികളും അതുപോലെ ചെയ്തു. മന്ത്രവാദികളുടെ സർപ്പത്തെ മോശയുടെ സർപ്പം വിഴുങ്ങിക്കളഞ്ഞു. മന്ത്രവാദിയുടെ സർപ്പത്തെ മോശയുടെ സർപ്പം വിഴുങ്ങിക്കളഞ്ഞു. പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോവുക. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. മോശ ഈ അത്ഭുതം ചെയ്തപ്പോൾ നല്ല മന്ത്രവാദിയാണെങ്കിൽ, മോശ വടിയും കൂടെ സർപ്പമാക്കി തീർത്തപ്പോൾ നല്ല സൂപ്പർ മന്ത്രവാദിയാണെങ്കിൽ എന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ, ആ സർപ്പത്തെ വടിയായിട്ട് മോശയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയണം, ഈ പരിപാടി ഇവിടെ നടക്കത്തില്ല, വീട്ടിൽ പൊക്കോളാൻ പറയാം. ഒറ്റ പരിപാടി ചെയ്താൽ മതി, മോശ അന്നേരം വീട്ടിൽ പോയാനെ, പണി നിർത്തിക്കളഞ്ഞാനെ. പക്ഷെ ഒറ്റ മന്ത്രവാദി വിചാരിച്ചിട്ട് അത് പറ്റിയില്ല. അതിനകത്ത് ദൂത് ഞാൻ പറയാം. എത്ര പ്രശ്നങ്ങളുള്ള സ്ഥലത്താണെങ്കിലും ഒരു ദൈവപ്രവൃത്തി ദൈവം ചെയ്താൽ അതിനെ ഇല്ലായ്മ ചെയ്യാൻ ഒരു പൈശാചിക ശക്തിക്കും കഴിയത്തില്ല, ഒരു മന്ത്രവാദത്തിന് കഴിയത്തില്ല, ഒരു ആഭിചാരത്തിന് കഴിയത്തില്ല. ഇന്ന് രാത്രി വിശ്വസിക്കുന്നതുകൊണ്ട് രാമൻ പറഞ്ഞു, നിന്നിലൂടെ ദൈവം പ്രവർത്തിക്കാൻ ആരംഭിച്ചാൽ അതിനെ തടുക്കാനായിട്ട് ഒരു പൈശാചിക ശക്തിക്കും കഴിയത്തില്ല. വിശ്വസിക്കുന്നതുകൊണ്ട് രാമൻ പറഞ്ഞാട്. സിമ്പിളായിട്ട് മോശ അന്ന് വീട്ടിൽ പോയാനെ. ആ സർപ്പത്തെ ഒത്തിരി മന്ത്രവാദികളുണ്ടല്ലോ. ഏതെങ്കിലും ഒരു മന്ത്രവാദി വന്നിട്ട് ആ സർപ്പത്തെ പിടിച്ച് വടിയാക്കിയിട്ട് മോശയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയാം, വീട്ടിൽ പൊക്കാളാൻ പറഞ്ഞാൽ മോശ ആ വടിയും പിടിച്ചിട്ട് പോയ പിന്നെ അവിടെ നിൽക്കത്തില്ല. ഇത്ര മന്ത്രവാദികൾ വടിയിട്ട് സർപ്പമാക്കിയിട്ടും ഒറ്റ എഴുത്തിന് അത് മാറ്റാൻ പറ്റിയില്ല. പക്ഷെ മോശയുടെ സർപ്പം മന്ത്രവാദിയുടെ സർപ്പത്തെല്ലാം വിഴുങ്ങി. ആമേൻ. മന്ത്രവാദികളുടെ സർപ്പങ്ങളെല്ലാം വിഴുങ്ങിയ ഈ സർപ്പത്തെ മോശ പിടിച്ചപ്പോൾ മോശയുടെ കയ്യിൽ അത് വടിയായി തീർന്നു. ഇന്ന് രാത്രി ഒരു ദൂത് പറയാം. എത്ര പൈശാചിക ശക്തികൾ ദേശത്ത് തല പൊക്കിയാലും അധികാരമുള്ളവൻ നിന്നാൽ അതിൻ്റെ പ്രവർത്തികളെ നിഷ്ഫലമാക്കി കളയാ, അതിൻ്റെ ശക്തിയെ നിഷ്ഫലമായി. ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആമേ പറഞ്ഞോ, എത്ര കൂട്ടങ്ങൾ നിനക്കെതിരെ വന്നാലോ നീ ആത്മാവിൽ എഴുന്നേറ്റാൽ വന്ന മന്ത്രവാദികളെല്ലാം വടിയില്ലാതെ വീട്ടിൽ പോയി. മോശ വന്നതുപോലെ അല്ല, ആമാരെല്ലാം അടിച്ചു മാറ്റിക്കൊണ്ടാണ് പോകുന്നത്. ഒറ്റ ദൂത് പറയാം. ഏത് പ്രതിസന്ധിയുടെ നടുവിലും നീ അവരുടെ പക്ഷം തിരിയത്തില്ല, അവർ നിന്റെ പക്ഷം തിരിയുക. കാര്യം നിന്റെ കൂടെ ഉള്ളവനാ അവരോട് കൂടെ ഉള്ളതിനേക്കാൾ വലിയവനാണ്. വിശ്വസിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ ശക്തിയോടെ രാമേ പറഞ്ഞാടെ.
ആ മോശ ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്തു, ഒന്നും പറയുന്നില്ല, പെട്ടെന്ന് പറഞ്ഞു പറയാം. ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്തു. എന്നിട്ട് ഫറവോൻ്റെ ഹൃദയം എന്ത് ചെയ്യുക? കഠിനപ്പെട്ടുകൊണ്ടിരിക്കുക. ഇന്നൊരു ദൂത് പറയാൻ പോവുക. ദൈവം അയച്ചതല്ലേ? അയച്ചതാ. അത്ഭുതങ്ങൾ നടക്കുന്നില്ലേ? നടക്കുന്നുണ്ടോ? പക്ഷെ പ്രശ്നം മാറുന്നില്ല. പ്രശ്നം എന്ത് ചെയ്യുന്നില്ല? മാറുന്നില്ല. പറഞ്ഞ കാര്യം നടക്കുന്നില്ല. ഇന്നൊരു ദൂത് പറയാം. നിന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കൂടുന്നുണ്ടെങ്കിൽ ഓർത്തോ, അത്ഭുതങ്ങൾ പെരുകും. അത്ഭുതങ്ങൾ പെരുകും. അത്ഭുതങ്ങൾ പെരുകും. അത്ഭുതങ്ങൾ പെരുകും. നിന്റെ പ്രശ്നം ഒരടയാളമാണ്. എന്തിനുള്ള അടയാളമാ? ആമേ, ദൈവം അത്ഭുതം ചെയ്യുമെന്നുള്ള ഒരേ ഒരു അടയാളമാണ് നിന്റെ മുമ്പിൽ വരുന്ന പ്രശ്നങ്ങൾ. കരമൊന്ന് ഉയർത്തി ഒരു ആമേൻ പറഞ്ഞാടെ. പിന്നെ മോശയോട് ദൈവം പറഞ്ഞു വിടുകയാണ്, നീ ചെന്ന് ഫറവോനോട് പറ, നിന്നെ ദൈവം നിർത്തിയിരിക്കുക. എന്തിനാണെന്നറിയാവോ? എൻ്റെ ശക്തി നിന്റെ മുമ്പിൽ കാണിക്കാൻ വേണ്ടിയാ. ഇന്ന് ഏതെങ്കിലും പ്രശ്നങ്ങൾ നിന്റെ മുമ്പിൽ മാറാതെ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ രാത്രി ആ പ്രശ്നത്തെ നോക്കി നീ വാ തുറന്ന് പറ, നീ നിൽക്കുക, ഞാൻ ദൈവ പൈതലാ, ദൈവത്തിൻ്റെ മന്ദിരമായ എൻ്റെ മുമ്പിൽ നീ നിൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കർത്താവ് അതിനെ നിർത്തിയിരിക്കുക. എൻ്റെ കർത്താവ് അതിനെ നിർത്തിയിരിക്കുക. എൻ്റെ കർത്താവ് അതിനെ നിർത്തിയിരിക്കുക. എന്തിനാണെന്നറിയാവോ? നിന്നിൽ ദൈവശക്തി കാണേണ്ടതിനാ, നിന്നിൽ എൻ്റെ ശക്തി കാണിക്കേണ്ടതിനാ, എൻ്റെ നാമം സർവഭൂമിയിലോ പ്രസ്താവിക്കപ്പെടേണ്ടതിനോ ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നു. ഈ പവറാണ്, ഈ ദൈവശക്തി നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ എവിടെ ചെന്നാലും വിജയിച്ചു പോകും. നമ്മൾ എവിടെ ചെന്നാലും ജയിക്കും. കാരണം പിശാചിന് ഏറ്റവും വലിയ വിരോധം ശക്തിയില്ലാത്ത കുറേ വിശ്വാസികൾ വേണം. ശക്തിയില്ലാത്ത വിശ്വാസികൾ. വേദപുസ്തകം പറയുന്നു, അകൃത്യത്തിൽ ജീവിതം കഴിക്കുന്ന ഒരുത്തനും ശക്തി പ്രാപിക്കത്തില്ല. അകൃത്യത്തിൽ ജീവിതം കഴിച്ചുകൊണ്ടിരുന്നാൽ ഒരുത്തനും എന്ത് ചെയ്യത്തില്ല? ശക്തി പ്രാപിക്കത്തില്ല. ശക്തി ഇല്ലാത്തവൻ എവിടെ ചെന്നാലും ഒരു പിശാചിന് ഒരു കുഴപ്പമില്ല. നീ 1000 ട്രാക്ട് അടിച്ചാലും നീ എന്തൊക്കെ പറഞ്ഞാലും പിശാച് പറയും പവർ ഇല്ലല്ലോ. നിന്നെ ഒന്ന് പേടിപ്പിച്ചാൽ പേടിക്കും. നിന്നെ ഒന്ന് പേടിപ്പിച്ചാൽ പേടിക്കും. നിന്നെ പേടിപ്പിക്കാൻ ഒരു ചെറുനാരങ്ങയോ 2 ചെത്തിപ്പൂവോ മതി, നീ വിറക്കും. പക്ഷെ പവറുള്ളവൻ പറയും, ആമേ സ്തോത്രം, എന്നെ പേടിപ്പിക്കാൻ ഒരു ശക്തിക്കും പറ്റത്തില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. അവൻ എൻ്റെ ഉപനിധി, ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഞാനൊരു കാര്യം ഒന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അനുസരിക്കാവോ? ആ പുറകിലുള്ളവർ 3-4 പേരും കൂടി ഫ്രണ്ടിലേക്ക് വന്നിരിക്കാമെങ്കിൽ ഈ ഒഴിഞ്ഞ ചെയർ അങ്ങോട്ട് ഫില്ല് ചെയ്തിരുന്നേ. 2-3 എഴുന്നേറ്റ് ഫ്രണ്ടിലേക്ക് വന്നിരുന്നേ. അപ്പോൾ ഈ കാല് ചേറിടാതെ പുറകെ നിൽക്കുക. ദൈവസന്നിധി വരുമ്പോൾ എപ്പോഴും മുന്നിൽ വന്നിരിക്കണം. അവർ അച്ചായം മാത്രം കേട്ടു, അനുസരിച്ചു. ഈ അനുസരിക്കുന്നൊരു അനുഗ്രഹമുണ്ട്. അനുസരിക്കുന്നതിനകത്തൊരു അനുഗ്രഹമുണ്ട്. ഈ ദൈവദാസന്മാർ പുൽപ്പറ്റി എന്ന് പറയുമ്പോൾ അത് കേട്ടനുസരിക്കുന്ന ഒരു അനുഗ്രഹമാണ്. മുമ്പിലേക്ക് വരാനല്ലേ പറഞ്ഞേ. എന്നിട്ട് നീ അവിടെ ഇരിക്കുകയാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ മുന്നോട്ട് കയറുകയില്ല. മുമ്പോട്ട് കയറി വരാൻ പറഞ്ഞപ്പോൾ പുറകെ കുത്തിപ്പിടിച്ചിരിക്കുകയാണെങ്കിൽ ഞാനൊരു ദൂത് പറയാം. ദൈവസന്നിധി മാത്രമല്ല, നിന്റെ ജീവിതത്തിൽ ഒരു തലത്തും എന്ത് ചെയ്യില്ല. മുന്നോട്ട് വരാൻ പറഞ്ഞപ്പോൾ എഴുന്നേറ്റ് നടന്ന് വന്ന നിന്റെ ജീവിതത്തിൽ ആരൊക്കെ എന്നാ പറഞ്ഞാലോ നീ മുന്നോട്ട് തന്നെ കയറോ. നിന്നെ തടുക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. കരമുയർത്തി ഒരു ആമേ പറഞ്ഞാടെ, ശക്തിയോടെ ആമേ പറഞ്ഞാടെ, നല്ലൊരു ആമേൻ ഉറക്കെ പറഞ്ഞാടെ. ആമേൻ. ഞാനിങ്ങനെ നോക്കാറുണ്ട്, എൻ്റെ ഭാര്യയും പിള്ളേരൊക്കെ മുന്നോട്ട് കയറി ചേർന്ന് ആമയെ ഉറക്കെ പറഞ്ഞാടെ. എപ്പോഴും ഓർത്തോണം, ഈ ദൈവദാസന്മാർ പുൽപ്പറ്റി എന്ന് പറയുമ്പോൾ അങ്ങോട്ട് അതൊരു പ്രവചനമായിരിക്കും. ചിലപ്പോൾ നീ ഇതുവരെ കയറാത്ത മുന്നേറ്റം നിന്റെ ലൈഫിൽ ചിലപ്പോൾ ഇന്ന് രാത്രി ഉണ്ടാവും. ഇപ്പോൾ നീ എഴുന്നേറ്റ് ആ സമയത്തുണ്ടാകും. കരമൊന്ന് ഉയർത്തി ഒരു ആമയെ പറഞ്ഞാടെ. ഇനി അങ്ങോട്ട് ആത്മാവെ കത്തി കയറാൻ പോവാ. പിടിക്കാൻ പറ്റുന്നോ പിടിച്ചോളാം. ഈ പവറിനെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ ആ പവർ നിൻ്റെ അടുത്ത് വരും. ആ ശക്തി നിന്റെ അകത്തുനിന്ന് കയറാൻ തുടങ്ങുക. വിശ്വസിക്കുന്നവർ നല്ലൊരു ആമയം പറഞ്ഞാടെ, ശക്തിയോടെ ആമയം പറഞ്ഞാടെ.
അപ്പോൾ ശക്തിയില്ലാത്ത കുറെ വിശ്വാസികൾ ഈ സഭക്കകത്തുണ്ടെങ്കിൽ പിശാചിനൊരു പേടിയുമില്ല. പക്ഷെ ശക്തി പ്രാപിക്കുന്ന കുറച്ചു പേർ ഇതിനകത്തുണ്ടെങ്കിൽ ഈ ദേശത്തെ പിശാച് പറക്കാൻ തുടങ്ങുക, അന്ധകാര ശക്തികൾ നടുങ്ങാൻ തുടങ്ങുക. കാണാം, പവറുള്ളവൻ കരമൊന്ന് ഉയർത്തിയ ഒരു ആമേൻ പറഞ്ഞാടെ. അകൃത്യത്തിൽ ജീവിതം കഴിക്കുന്ന ഒരുത്തനും ശക്തി പ്രാപിക്കത്തില്ല. അപ്പൊ അകൃത്യത്തെ ജീവിതം കഴിച്ചുകൊണ്ടിരുന്ന പിശാച് നിന്നെ ഒരു പേടിയും ഉണ്ടാകത്തില്ല. പേടിക്കോ? കാര്യം എന്താ? അവൻ്റെതെല്ലാം നിന്റെ കയ്യിലുണ്ട്, അതുകൊണ്ട് അവൻ നിന്നെ പേടിക്കത്തില്ല. പക്ഷെ യേശു പറഞ്ഞു, ആ വരുന്ന ലോകത്തിൻ്റെ പ്രഭു, അവൻ്റെതൊന്നും എൻ്റെ കയ്യിലില്ല. ഇന്ന് അങ്ങനെ പറയാൻ വിശുദ്ധിയിൽ തികഞ്ഞവര്, ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ ത്യജിക്കുന്നവരല്ല. ആമേ, ഭക്തിയുടെ വേഷം ധരിച്ച അതിന്റെ ശക്തിയെ വെളിപ്പെടുത്തുന്ന ഒരു കൂട്ടം തിരുവല്ലയിൽ എഴുന്നേറ്റാൽ ഇന്നുള്ളതിന്റെ 1000 ഇരട്ടിയായി ഈ സഭ വർദ്ധിക്കും. കരം ഉയർത്തി ഒരു ആമേ പറഞ്ഞാട്, ശക്തിയോടെ ആമേ പറഞ്ഞാട്. അപ്പോ ജീവിതത്തിൽ ശക്തി വെളിപ്പെടുത്തണം. വേദപുസ്തകം പറയുന്നു, ദൈവത്തിന്റെ വചനം അനുസരിക്കുന്നവൻ ശക്തിയുള്ളവൻ തന്നെയാണ്. ദൈവത്തിന്റെ വചനം അനുസരിച്ച് ജീവിക്കുന്നവന്റെ അകത്ത് ബലം എന്താണെന്നറിയാമോ? ബലം ഈ വചനമാ. അത് ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യർ തുല്യനാണ്. വൻമഴ ചൊരിഞ്ഞാലും നദി പൊങ്ങിയാലോ കാറ്റടിച്ചാലും അത് വീഴത്തില്ല. കാരണം ഇത് പാറമേൽ അടിസ്ഥാനമുള്ളതാണ്. കരമുയർത്തി ഒരു ആമേൻ പറഞ്ഞാടെ. ഇത് നമ്മൾ പവറുള്ളവരാണ്. എന്തുള്ളവരാണ്? പവർ. ഒന്ന് പറഞ്ഞേ, പവർ വേണം. ഒരു പ്രാർത്ഥനയ്ക്ക് പവർ വേണം, ശുശ്രൂഷിക്കുമ്പോൾ പവർ വേണം, ആരാധനയ്ക്കകത്ത് പവർ വേണം. പവറുള്ള നീ എവിടെയെങ്കിലും ചെന്നാൽ ആ ദേശത്തെ പിശാചിന് അറിയാൻ പറ്റുമോ? ആമേ, ശക്തിയുള്ള ഒരുത്തനിവിടെ വന്നിട്ടുണ്ട്, ശക്തിയുള്ള ഒരാളിവിടെ വന്നിട്ടുണ്ട്, ശക്തി പ്രാപിച്ച ഒരാളിവിടെ വന്നിട്ടുണ്ട്. കാരണം ഇനി ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. ഇത് വിശ്വാസമുണ്ടോ? ഇന്ന് രാത്രി ആ പവർ ഇതിൻ്റെ അകത്തേക്ക് കയറും. കരമൊന്ന് ഉയർത്തി ഒരു ആമേൻ പറഞ്ഞാളെ. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ എന്താ? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് വരുമ്പോൾ ശക്തി കിട്ടും. ഇവരൊരിക്കലും പൊങ്ങിയേലെന്നാ പിശാച് പറഞ്ഞേ. യേശുവിനെ ക്രൂശിച്ചു. യേശു ഉയർത്തെഴുന്നേറ്റപ്പോൾ പുരോഹിതന്മാരെ കാവൽക്കാർക്ക് പണം കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ പോയി പ്രചരിപ്പിക്കണം. എന്ത് പ്രചരിപ്പിക്കണം? യേശുവിനെ കട്ടണ്ട് പോയെന്ന് എന്ത് ചെയ്യണം? ഞങ്ങൾ ഉറങ്ങിയിരിക്കുമ്പോൾ യേശുവിനെ കട്ടണ്ട് പോയി. അങ്ങനെ ഒരു കള്ളപ്പേര് ശിഷ്യന്മാരുടെ മേൽ ചുമത്തി. മാത്രമല്ല, കൂട്ടത്തിൽ നിന്ന കേഷ്യർ തൂങ്ങിച്ചത്തു. യുവന്മാരെല്ലാം ഭയപ്പെട്ട് പരാജയപ്പെട്ട് ആമെ കള്ളപ്പേരും നാണക്കേടും പിന്മാറ്റവും സംഭവിച്ച് ചേതറിച്ച് കാണുമ്പോ പിശാച് പറഞ്ഞു, ഇനി ജീവിതത്തിൽ യുവന്മാര് പൊങ്ങിയേട, ജീവിതത്തിൽ യുവന്മാര് പൊങ്ങത്തില്ല. ഇന്ന് രാത്രി ആത്മാവ് ഞാൻ വിളിച്ചു പറയാം, ഒരിക്കലും പൊങ്ങത്തില്ലെന്ന് പറഞ്ഞ പിശാചിനെ തകർത്തെങ്കിൽ ഈ രാത്രി യേശുവിന്റെ നാമത്തിൽ ഞാൻ ദൂത് പറയാ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നാൽ എവിടെ പൊങ്ങാതിരിക്കുന്നുവോ അവിടെ നിന്നെ ആത്മാവിൽ പൊങ്ങാൻ. റബല ഹംദൽ കബാലഗദല. ഒരിക്കലും പൊങ്ങാത്ത തരത്തിൽ തകർത്ത് കളഞ്ഞു. ഒരിക്കലും അവനെ പൊങ്ങത്തില്ല. ഒരിക്കലും ഈ നാമത്തിൽ സംസാരിക്കത്തില്ല. ഒരിക്കലും ഈ കർത്താവിനെ സേവിക്കത്തില്ല എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ അവരെ മനുഷ്യനെ പിടിക്കുന്നവനാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് ചെയ്യാൻ നന്നായിട്ടറിയാവാ. ഇന്ന് രാത്രി ആത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, എത്ര പ്രതിസന്ധികൾ ഉണ്ടെങ്കിലോ, എത്ര പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലോ, പരിശുദ്ധാത്മാവിന്റെ അഗ്നി നിന്റെ മേൽ കത്താൻ തുടങ്ങിയാൽ, പരിശുദ്ധാത്മാവിന്റെ തീ നിന്റെ അകത്ത് കത്താൻ തുടങ്ങിയാൽ നീ പുറത്തു വരും. ശബരദല ഹംദൽ കബാലഗദല. ശ്രദ്ധിച്ചു കേട്ടോ. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലെ യഹൂദയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം
നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. നിങ്ങൾ യെരൂശലേം വിട്ടു പോകരുത്. ഇത് വരണം. ഇത് വന്ന് കഴിയുമ്പോൾ നിങ്ങൾ ആള് മാറിയതുപോലാകും. പെന്തക്കോസ്ത് നാളിൽ മാർക്കോസിൻ്റെ മാളികമുറിയിൽ പരിശുദ്ധാത്മാവ് വരുന്നതിന് മുമ്പ് ഇവർ ഭയപ്പെട്ടവരാണ്. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഇവർക്ക് ഭയമില്ല. പിന്നെ ഇവർ ധൈര്യമുള്ളവരായിട്ട് മാറി. ഇന്ന് രാത്രിയിൽ ഞാൻ വിളിച്ചു പറയാം, ഭയമില്ലാത്തൊരു ജീവിതം നിനക്ക് വേണോ? നിന്റെ അകത്ത് പരിശുദ്ധാത്മാവിൻ്റെ പവർ ഉണ്ടാകണം. പരിശുദ്ധാത്മാവിൻ്റെ പവർ ഉണ്ടാകണം. ഈ പരിശുദ്ധാത്മാവിൻ്റെ പവറുള്ള ഒരാൾ ശരിക്കിരുന്ന് അങ്ങോട്ട് ആത്മാവിനെ ആരാധിച്ചാൽ ദേശത്തിൻ്റെ കെട്ടുകളൊക്കെ പൊട്ടിപ്പോവും. ആരും ഓടിക്കണ്ട. ദുഷ്ടൻ എന്ത് ചെയ്യും? ആരും ഓടിക്കണ്ട. നീ ഒന്നങ്ങോട്ട് ഇരുന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചാലുണ്ടല്ലോ, ദേശത്തിന്റെ അന്ധകാര ശക്തികൾ കിരിക്കാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി വിശ്വസിക്കുന്നത് ഇതിനകത്തുണ്ടെങ്കിൽ ശക്തിയോടെ ആമേ പറഞ്ഞാടെ. ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി കിട്ടി വന്ന് പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ, പരിശുദ്ധാത്മാവരുടെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ ഇവർ പുതുഭാഷ സംസാരിക്കാൻ തുടങ്ങി. അന്യഭാഷ സംസാരിക്കാൻ തുടങ്ങി. അന്യഭാഷ സംസാരിക്കാൻ തുടങ്ങിയ ഈ അപ്പോസ്തലന്മാരുടെ അടുക്കലേക്ക് ആൾക്കാർ ഓടിക്കൂടി. അപ്പൊ ആള് വരണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടണം. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെട്ടാൽ ആരും വിളിച്ചു കയറ്റി ഇരുത്തണ്ട, ഓടി വന്ന് കയറിക്കോളും. ഇന്ന് ഞാൻ ആത്മാവ് വളരെ ശക്തമായി വിളിച്ചു പറയാം, പ്രതീക്ഷിക്കാത്തൊരാൾക്കൂട്ടമാ ഇതിനകത്തേക്ക് കയറി വരാൻ പോകുക. പ്രതീക്ഷിക്കാത്തൊരാൾക്കൂട്ടമാ പരിശുദ്ധാത്മാവ് ഈ സഭയ്ക്കകത്തെ കൊണ്ടുവരാൻ പോവുകയാണ്. വിശ്വസിക്കുന്ന രാമേ പറഞ്ഞാടെ. ഞാൻ രാവിലെ പറഞ്ഞല്ലോ, ഞാനൊരു പ്ലാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയതാ. അങ്ങനെ ഒരു വീട് എനിക്ക് തന്നു. വീട് കിട്ടിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ആത്മീക പിതാവ് ബിജുപാസ് എന്നെ തല കൈവച്ചിട്ട് പറഞ്ഞു, നീ കോട്ടയത്തേക്ക് പോക്കോ, നിന്നെ പോഷിപ്പിക്കേണ്ടതിന് ഞാൻ വിധവയോട് കൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ആകെ 2-3 അമ്മച്ചിമാർ, വിധവമാരുള്ള അമ്മച്ചിമാർ പ്രാർത്ഥനയ്ക്ക് വരും. അവർക്ക് വണ്ടിക്കാശ് നമ്മൾ കൊടുക്കണം. അപ്പോഴാ ദൂത് വിധവയെ കൽപ്പിച്ചിട്ടുണ്ട്, പൊക്കോളാൻ പറഞ്ഞു. കൈവച്ച് അനുഗ്രഹിച്ച് വിട്ടു. മാസം സപ്പോർട്ട് തരാമെന്ന് പറഞ്ഞല്ല പാസ്റ്റർ എന്നെ വിട്ടത്. പൊക്കോ, ദൈവം നിൻ്റെ കൂടെ ഉണ്ടാവും. ഒന്നിനും കുറവില്ലാതെ ദൈവം നിന്നെ നടത്തും. അങ്ങനെ ഞാനും എൻ്റെ ഭാര്യയും കൂടെ അവിടെ വന്ന് താക്കോല് വാങ്ങിക്കാൻ വേണ്ടി വന്നപ്പോൾ ആ ആൻറ്റി എന്നോട് പറയാം, പാസ്റ്റേ താമസിച്ചു. മേളിൽ കാനായക്കാരാണ് താമസിക്കുന്നത്, താഴെ നായന്മാരാ, തൊട്ട് താഴെ ഒരു കോളനിയാണ്, ഒരു ചരിവിലാണ് ഈ വീട്. അപ്പോൾ അതുകൊണ്ട് പാസ്റ്റർ ഇവിടെ താമസിച്ച് കോട്ടയം മൊത്തം സുവിശേഷ വേല ചെയ്തോ, കൂട്ടായ്മ നടത്തിക്കോ, ഇവിടെ കൈകൊട്ടി പാടരുത്. ഇവിടെ എന്ത് ചെയ്യരുത്? കൈകൊട്ടി പാടരുത്. ഞാൻ മനസ്സിൽ പറഞ്ഞു, ആൻറ്റി അബുദാബിക്ക് പോകും, കൈ കൊട്ടണം വേണ്ടി ഞങ്ങൾ തീരുമാനിക്കാം. അവരെ പ്രാർത്ഥിച്ചു വിട്ടു. ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, ആൻസി ആലിസാൻ്റെ കൈ കൊട്ടരുതെന്നാണ് പറഞ്ഞത്. നമ്മുടെ ഒരു അപ്പം വാങ്ങിച്ചുകൊണ്ട് പോവുക, ഒന്നെങ്കിൽ ആശാൻ്റെ നെഞ്ചത്ത്, ഇല്ല കളരയ്ക്ക് പുറത്ത്. എന്നാ നോക്കാനാ? അവരുടെ വീട്, അവരുടെ വാഷിംഗ് മെഷീൻ, അവരുടെ ഫർണിച്ചർ, എനിക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. ഞാനൊരു പ്ലാസ്റ്റിക് കവറോട്ടിങ്ങനെ വന്നതാണ്. പിന്നെ എന്നാ മേടിക്കാനാണ്? ഞാൻ പറഞ്ഞു, നമ്മൾ ശരിക്കും അടിച്ചു പൊളിച്ചാണ് ആരാധിക്കും. ഒന്നെങ്കിൽ കോട്ടയം പിടിക്കും, അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് കാര്യത്തിന് തീരുമാനമാവുന്നു. അല്ല പിന്നെ ചത്തേ പതന്നെന്ന് പറഞ്ഞ് കിടക്കാൻ പറ്റുമോ? അധികം മനസ്സിലാകുന്നുണ്ടോ? ചത്തേ ചതഞ്ഞെന്ന് പറഞ്ഞ് കിടക്കുന്നതൊക്കെ നല്ല. ഒന്നെങ്കിൽ ആശാന്റെ നെഞ്ചത്ത്, അല്ല കളരിക്ക് പുറത്ത്, ഒന്നെങ്കിൽ ദേശം പിടിക്കണം, ഇല്ലേ പരിപാടി ചെയ്യരുത്. അങ്ങനെ വന്നു, പ്രാർത്ഥിച്ചു വിട്ടു. രാവിലെ തൊട്ട് അന്യഭാഷ പറയാൻ തുടങ്ങി. വൈകുന്നേരമായപ്പോൾ പായിട്ടു. ഞങ്ങളും ഞങ്ങൾ രണ്ടുപേരും കൂടി മുഴങ്കാലും മടക്കി 200 പേരുള്ളെങ്കിലും 2 പേരുള്ളെങ്കിലും ഒരു 200 രൂപയുടെ ശബ്ദത്തിൽ അങ്ങോട്ട് ആത്മാവിലും അങ്ങോട്ട് പാടി അങ്ങോട്ട് ആരാധിച്ചു. തപ്പടിച്ച് അങ്ങോട്ട് പാടി ആരാധിക്കുമ്പോൾ എൻ്റെ മനസ്സിനകത്തൊരു ചിന്തയുണ്ട്, ഇപ്പം തെറിവിളിയാക്കും. കാരണം കോളനിയാണ് താഴെ, ചുമട്ടുപണിക്കാരുടെ കോളനിയാണ്. അവിടെ രാവിലെ തൊട്ട് നല്ല സംഗീതവും ഭജനയൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ പാടി ആരാധിക്കുമ്പോൾ ഇപ്പം തെറിവിളിയാക്കി നിർത്തണം, മറ്റവനെ മറിച്ചവൻ എന്നൊക്കെ പറയുമെന്ന് വിചാരിച്ചു. ദൈവത്തിൻ്റെ കൃപയാൽ ഒരു 2 മണിക്കൂർ ആത്മാവിൽ പോരാടി ആരാധിച്ചു പ്രാർത്ഥിച്ചിട്ടും ഒരു നായി പോലും നാവനക്കിയില്ല. ഒരു ദൂത് ഞാൻ പറയാം, നീ നിൽക്കാൻ റെഡിയാണോ? നിർത്താൻ ദൈവ ശക്തനാ. നീ നിൽക്കാൻ റെഡിയാണോ? നിന്റെ ദൈവം നിന്നെ നിർത്താൻ ശക്തനാ.
അങ്ങോട്ട് ആത്മാവിൽ അഴിച്ചു. ഞാൻ പറഞ്ഞു, ആൻസി ദൈവം നമുക്ക് അനുകൂലമാ. ഫസ്റ്റ് ദിവസം സൂപ്പറായിട്ട് പരിപാടി കാണുന്നു. ആമേ കഞ്ഞി കുടിച്ചു, പ്രാർത്ഥിച്ചു, കിടന്നുറങ്ങി. സന്ധ്യ ഉത്സായി. രണ്ടാം ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ പെട്ടെന്നൊരു പ്രേരണ, ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ രാവിലെ തൊട്ട് ഇങ്ങനെ അന്യഭാഷ പറയാം. എന്താ സംഭവം എന്നറിയത്തില്ല. ആത്മാവിലിങ്ങനെ പ്രാർത്ഥിക്കുക. എന്താ നടക്കാൻ പോകുന്നതെന്ന് അറിയത്തില്ല. ഏതായാലും താമസം തുടങ്ങിയില്ല. ആൻസി സാധനങ്ങളെ കടുക്കി പെറുക്കി വെക്കുന്നു. ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. വൈകുന്നേരം പായിട്ടു, മുട്ടുമടക്കി, തപ്പടിച്ചങ്ങോട്ട് പാടാൻ തുടങ്ങി ശക്തമായിട്ട്. ഞാനപ്പോൾ എൻ്റെ മനസ്സിലുള്ള ഉദ്ദേശം, നാട്ടുകാർ കേട്ടോട്ടെ, ഒരു പാസ്റ്ററും ഭാര്യ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാലേ 10 പേര് പ്രാർത്ഥിക്കാൻ വരത്തുള്ളൂ. ആൾ വന്നെങ്കിലേ നമ്മുടെ കാര്യം നടക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ശക്തമായിട്ട് ആത്മാവിൽ പ്രാർത്ഥിച്ചു. അപ്പോഴും നമ്മുടെ മനസ്സിനകത്ത് ചെറിയൊരു പേടിയുണ്ട്, ഇപ്പോൾ പ്രശ്നമാവോ, ഇങ്ങനെയൊക്കെ ഒച്ചെടുക്കാവോ. ശരിക്കും കൂടെ ആത്മാവിലാച്ചു. ഈ ആത്മാവ് കയറിക്കഴിഞ്ഞാൽ നമുക്ക് ആള് മാറും. ആത്മാവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പവറാ, അല്ലെങ്കിൽ നമ്മളൊന്നുമില്ല, ഇല്ലെങ്കിൽ നമ്മൾ സീറോയാ. പക്ഷെ പരിശുദ്ധാത്മാവ് വന്നാൽ നമ്മൾ ഹീറോയായി മാറും. അങ്ങനെ ശക്തമായിട്ട് ആത്മാവിൽ ആരാധിച്ചു. ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നവുമില്ല. ഞാൻ പറഞ്ഞു, ആൻസി ദൈവം ഇന്നും നമ്മളെ സൂക്ഷിച്ചു. മൂന്നാം ദിവസം ഞങ്ങൾ പാടി നിന്നതല്ല നാം. അല്ല, വേറെ ഏത് പാട്ട് പാടാനാ? കാരണം ഇവിടെ കൈയടിക്കരുതെന്ന് പറഞ്ഞിട്ട് 2 ദിവസം ദൈവം നടത്തിയില്ലേ. 3-ാം ദിവസം ശക്തമായിട്ട് ആത്മാവരാജു. അന്ന് വലിയ പവർ ഇറങ്ങി. ആടിച്ചങ്ങോട്ട് തപ്പ് പൊട്ടിപ്പോയി. ആടിയെന്ന് പറഞ്ഞാൽ 1-1.5 അടിയല്ല അടിക്കുന്നത്. ചിലരൊക്കെ കൈയടിക്കുന്ന പിശാച് പറയും, നീ അങ്ങനെ അടിച്ചോ, എനിക്ക് നല്ല സുഖമെന്ന് പറയും. ഇങ്ങനെ തടകുന്ന പോലെ പിശാചിന്. പക്ഷെ ചിലതിൻ്റെ കടി കണ്ട ഒറ്റ അടി അടിച്ചാൽ മതി, കറങ്ങിപ്പോവും. ആടി പവറിൽ ഒരെണ്ണം കൂടെ കൊടുത്താണല്ലോ, പിന്നെ അവന് നിന്നെ കാണുമ്പോൾ ആരുടെ ചൂട് ഓർക്കും. ചിലതുണ്ട്, അടിക്കുന്നവരുണ്ട്. ഈ കൈയടിയുടെ പവർ ഞാൻ പറയാം. നിർത്തിക്കോ. കൈയടിക്കുന്നവരെ അറിയണം വചനത്തിനകത്ത് ഉണ്ടോ എന്ന് ഞാൻ പറഞ്ഞുതരാം. 3-ാം ദിവസം കൈയടിച്ച് തപ്പൂട്ടിപ്പോയി. പിറ്റേ ദിവസം രാവിലെ ഞാൻ പല്ല് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരമ്മച്ചി താഴത്തുനിന്ന് കയറി വന്നു. അമ്മച്ചിയുടെ പേരെന്താ? ശാരദ. എന്നോട് ചോദിച്ചു, മക്കളെ നിങ്ങളാണോ കൈകൊട്ടി പാടുന്നതെന്ന് ചോദിച്ചു. ഞാൻ വിചാരിച്ചു, കർത്താവേ പാരയാണോ? കാരണം ഇന്നലെ ഇത്തിരി പവർ കൂടിപ്പോയി, അതുകൊണ്ട് പാരയാണോ എന്ന് വിചാരിച്ചു. ഞാൻ ചോദിച്ചു, എന്നാ അമ്മച്ചി കാര്യം? മോനെ കൈകൊട്ട് നിർത്തില്ലെന്ന് പറഞ്ഞു. എൻ്റെ മനസ്സിൽ 1 ലഡുവല്ല 1000 ലഡു പൊട്ടി. സ്തോത്രം. മാർത്തോമക്കാരത്തി ആൻറ്റി പറഞ്ഞ് കൈ കൊട്ടരുതെന്നോ. ഒരു ഹിന്ദുവായ അമ്മച്ചി എന്ന് പറയാം, മോനെ കൈകൊട്ട് നിർത്തല്ലേ. ഞാൻ പറഞ്ഞു, അമ്മച്ചി എന്നാ പറ്റി? അകത്തേക്ക് കയറിയിരിക്കുക, വേഗം അകത്തേക്ക് കയറി. എന്നാ പറ്റി? മോനെ ഞാനിവിടെ താമസിക്കാൻ 10-37 വർഷമായി. ഞങ്ങളുടെ വീടിൻ്റെ വാതിക്കൊരു കുളമുണ്ട്. ഞങ്ങൾ ഹിന്ദുക്കളാണ്. ഈ കുളത്തിൽ എല്ലാ ദിവസവും രാത്രി ഒരു 12 മണി 1 മണി കഴിയുമ്പോൾ കുറേ പെണ്ണുങ്ങൾ വന്ന് കുളിക്കും. ഭയങ്കര കുളിയാ. ഞങ്ങൾക്ക് 3-4 മക്കളാണ്. ആ മക്കളെല്ലാം മദ്യപാനികളും വഴക്കാളികളും കേസും പ്രശ്നമാണ്. കെട്ടിച്ചു വിട്ട പെമ്പിളെല്ലാം കെട്ടും പൊട്ടിച്ച് പുറത്തു വന്നിട്ടുണ്ട്. വീട്ടിലെന്നും തല്ലും ബഹളമാണ്. ഞങ്ങൾ പ്രശ്നം വെച്ച് നോക്കിച്ചപ്പോൾ പറഞ്ഞു, ഇന്നടത്തുനിന്ന് ഇന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ വരുത്തുപോക്കാം, കുളിച്ചിട്ടും പോവുക. എത്ര ഉരുളി കമത്തിയിട്ടും പോകത്തില്ല, എത്ര നേർച്ച കാഴ്ച നടത്തിയിട്ടും പോകുന്നില്ല. ഞങ്ങൾ ആഭിചാരം ചെയ്ത് മുടിച്ചു, മുസ്ലിമിനെ കൊണ്ടുവന്ന് ചെയ്യിച്ചു, പോകുന്നില്ല. എത്ര നോക്കിയിട്ടും പോകുന്നില്ല. പക്ഷേ 3 ദിവസം നിങ്ങൾ കൈകൊട്ടാൻ തുടങ്ങിയപ്പോൾ കുളിക്കാൻ ആള് വന്നിട്ടില്ല. നിന്റെ കൈയടിക്ക് പവർ ഉണ്ടാവും. അടിക്കുന്നെങ്കിൽ ആത്മാവിൽ അടിക്കണം. കൈ അടിക്കുന്നെങ്കിൽ ആത്മാവിൽ അടിക്കണം. ഇന്ന് രാത്രി പവർ ഇറങ്ങട്ടെ നിന്റെ കൈയടിക്കകത്ത്. ശ്രദ്ധിച്ചേട്ടെ, ഇവിടെ നോക്കേ. ഞാൻ പിശാചിനെ ശാസിച്ചൊന്നുമില്ല. ഞാൻ പറഞ്ഞത്, കർത്താവേ തല്ലുകൊള്ളാതെ എന്നെ ഇവിടെ നിർത്തണമെന്ന് പ്രാർത്ഥിച്ച്. പോകാൻ വല്ലതും പറഞ്ഞോ? ഇല്ല. പക്ഷേ അടി ആത്മാവുള്ള അടിയായിരുന്നു. അടി എങ്ങനെ അടിയായിരുന്നു? അടി നമ്മുടെ ഭാഷയിൽ പറഞ്ഞ 1-1.5 അടിയായിരുന്നു. കാര്യം അടിക്കുന്നെങ്കിൽ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്ന് ചുണ്ണാമ്പ് തേച്ച് പോയാൽ
വിടുതൽ അടയ്ക്കല. വന്നാൽ അങ്ങോട്ട് ശരിക്കും ഈ ഉപവാസ പ്രാർത്ഥന പവറാണെന്നറിയാൻ എങ്ങനെയെന്നറിയാവോ? ഞങ്ങളൊക്കെ ഉപവാസം ഇരിക്കുമ്പോൾ ഈ വിരലെല്ലാം പൊട്ടും. പൊട്ടിയിട്ടുണ്ടോ? പൊട്ടിയിട്ടുണ്ടോ? കൈയടിച്ച് കൈ പൊട്ടും, ചോര വരും. അതാ സൈൻ. അല്ലാതെ ഇങ്ങനെയൊന്നും തോണ്ടി നിൽക്കുന്നതല്ല സൈൻ. കൈയടിയുടെ പവർ എന്താണെന്ന് വെച്ചാൽ ഈ വിരലുകളെല്ലാം എന്ത് ചെയ്യും? അങ്ങനെ പൊട്ടിയിട്ടില്ലല്ലേ? അതാ സാക്ഷ്യമില്ലാത്ത. സാക്ഷ്യം കൊണ്ടാണ് കൈയടിച്ച് പൊട്ടണം. ആ മാതിരി അടിക്കുക. ഈ കൈ പൊക്കിയാണോ? ഈ ആത്മാവിലടിക്കുന്ന കൈ പൊക്കിയ പിശാച് ആ പഞ്ചായത്തിൽ നിന്ന് ഓടും. ഞാൻ പിശാചിനോട് പോകാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ കർത്താവെ തല്ലുകൊള്ളാതെ വലിയ കേടൊന്നും വരാതെ ഇവിടെ നിർത്തണമെന്ന് പ്രാർത്ഥിച്ചിട്ടുള്ളൂ. പക്ഷേ ഈ ബൈബിളിലൊരു വചനമുണ്ട്. ഇയ്യോബിൻ്റെ പുസ്തകം 27-ാം അധ്യായം 23-ാം വാക്യം. അതെങ്ങനെ എഴുതിയിരിക്കുന്നു? മനുഷ്യൻ അവൻ്റെ നേരെ കൈകൊട്ടും, അവൻ്റെ സ്ഥലത്ത് നിന്ന് അവനെ വിരട്ടി പുറത്താക്കുമെന്ന്. എങ്ങനെ എഴുതിയിരിക്കുന്നേ? മനുഷ്യർ അവൻ്റെ നേരെ കൈകൊട്ടും, അവൻ്റെ സ്ഥലത്ത് നിന്ന്. എവിടെന്നാ? മിണ്ടത്തില്ല. എവിടെന്നാ? അവൻ്റെ സ്ഥലത്ത് നിന്ന്. ഞാൻ വന്നിട്ട് 3 ദിവസമായുള്ളൂ. ആദ്യ ദിവസം തന്നെ ആത്മാവിൽ അടിച്ചപ്പോൾ അവൻ്റെ സ്ഥലത്ത് നിന്ന് വിരട്ടി പുറത്താക്കിയെന്ന്. ഇന്ന് രാത്രി കൈയടിക്കുന്നെങ്കിൽ ആത്മാവിൽ അടിക്കണം, അതിശക്തമായിട്ട്. ഒരു പവർ കൂടെ ഇറങ്ങട്ടെ. കൈയടിക്കുമ്പോ പവർ കൂടെ ഇറങ്ങട്ടെ. അടിച്ചങ്ങോട്ട് കേറങ്ങോടാ. ഒരു പവർ ഇറങ്ങട്ടെ. ഒരു പവർ ഇറങ്ങട്ടെ. ശബരദല ഹംദൽ കബാലഗദല റാഫാലാബാലാബാലാബ റാഫാലാബാലാബ. ഒരു പവർ ഇറങ്ങട്ടെ. 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 റാഫാ ശബറബബബബബബ റാഫാ കബബബബബബബ റാഫാ കബബബബബ. ഒരു പവർ ഇറങ്ങട്ടെ. റുപാലാദാല ഹംദര ബലഗദല ഉടകല ഹസ്തൽ കബാല ഗന്ധര ബലഗദല. ഒരു പവർ ഇറങ്ങട്ടെ. ഒരു പവർ ഇറങ്ങട്ടെ. റുപാന സാംബാര ഫലാദല അർധര ബല ഹതൽ കബാല ഗദല റീപാലാബാല ഹംദൽ കമാനക. ചിലതിൻ്റെ മേലെ അധികാരം കൈമാറട്ടെ. നിന്റെ കൈയടിക്കകത്ത് ഒരു അഭിഷേകത്തിന്റെ തീ ഇന്ന് മുതൽ കത്താൻ തുടങ്ങട്ടെ. അത് ജ്വലിക്കാൻ ആരംഭിക്കട്ടെ. നിന്റെ കൈയടിക്ക് ഒരു പവറുണ്ട്. നിന്റെ കൈയടിക്ക് അന്യഭാഷ പറയുന്ന നീ കൈയടിച്ചാൽ, ആത്മശക്തിയിൽ അടിച്ചാൽ ദേശത്ത് വിടുതൽ നടക്കും. വിശ്വസിക്കുന്നുണ്ടോ? ഇസ്രായേൽ മക്കൾ ആർപ്പിട്ടപ്പോൾ യെരിഹോവിന്റെ മതിൽ പൊളിഞ്ഞെങ്കിൽ പുതിയ നിയമ ദൈവസഭ കൈയടിച്ചാരാധിച്ചാൽ അതിനകത്ത് അത്ഭുതങ്ങൾ ഉണ്ടാകും. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നുണ്ടോ? ശക്തിയോടെ ആമേ പറഞ്ഞാണ്. റബല ഹംദൽ കബാല ഗന്ധര ബലഗദല ശുപാര കാലാദല ഹംദൽ കബാല ഗദല റീഫാനാദല ഹംദൽ കബാല ഗദല. ഈ രാത്രി വിശ്വസിച്ചോ? ഈ രാത്രി വിശ്വസിച്ചോ? നിന്റെ മേലൊക്കെ ഒരു പവർ കർത്താവ് തരാൻ പോവാ. ഈ രാത്രി വിശ്വസിച്ചോ? ആള് മാറിയതുപോലെ ഇവിടെ എഴുന്നേൽപ്പിക്കാൻ പോവാ. ഒരു ശുശ്രൂഷയുടെ പകർച്ച ദൈവന്മാർ കൈമാറുക. ശുപാര കാലാദല റീക പരാദല.
റുബാന ഹത്തൽ കബാലകദല ഹന്തൽ കബാലകദല. ഒന്നാം ദിവസം തന്നെ ദേശത്തെ വരുത്തുപോക്ക് ഓടിപ്പോയി. എനിക്ക് ഈ വചനമെന്നറിയത്തില്ല, പക്ഷേ ചെയ്യുന്നത് ശക്തിയോടെ ആയതുകൊണ്ട് ഈ വചനം പുസ്തകത്തിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി. എൻ്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയുമാ. തീ പോലെ വചനമാ ദേശത്തേക്ക് വ്യാപരിച്ചപ്പോൾ ഇന്ന് രാത്രി തീ പോലുള്ള വചനം വ്യാപരിക്കാൻ പോവാ. നിന്റെ ആത്മാവിലേക്ക് ആ വചനം കത്തിക്കാനുണ്ട്. വിശ്വാസമുണ്ടെങ്കിൽ ആത്മീയ ശക്തിയോടെ പറഞ്ഞേ. ആത്മമണ്ഡലം തുറക്കട്ടെ, ആത്മമണ്ഡലം തുറക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ അകത്തൊരു കത്തലുണ്ടായി. ആ അമ്മച്ചിയെ പ്രാർത്ഥിച്ച് വിട്ടിട്ട് ഞാൻ പറഞ്ഞു, ആൻസി ഉണ്ടാക്കിയ പുട്ടുങ്കടൽ അവിടെ ഇരിക്കട്ടെ, ഞാൻ 40 ദിവസം ഉപവസിക്കാൻ പോകുമെന്ന് പറഞ്ഞു. കാരണം പരിശുദ്ധമ്മാവ് ചലിക്കുമ്പോൾ കൂട്ടത്തിൽ ചലിക്കണം. ഇന്നൊരു കാര്യം ഞാൻ വളരെ ശക്തമായിട്ട് വിളിച്ചു പറയാം. ആരും ഓടിക്കാതെ ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയാൽ ചില ആഭിചാര കെട്ടുകൾ പൊട്ടുമോ, ചില മന്ത്രവാദ ശക്തികൾ പുറത്തു പോകുക. നിന്റെ ഭവനത്തിനകത്ത് ദൈവത്തിന്റെ തീ, ദൈവത്തിന്റെ തീ, ദൈവത്തിന്റെ തീ, ദൈവത്തിന്റെ തീ. ഓ റബ ശബത്തല റക പല തല തല. പിടിക്കട്ടെ പിടിക്കട്ടെ പിടിക്കട്ടെ, തീ 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 പിടിക്കട്ടെ. യെസ്, ഇരിക്കാൻ കഴിയാത്ത പവറാ, ഇരിക്കാൻ കഴിയാത്ത പവറാ, ഇരിക്കാൻ കഴിയാത്ത പവറാ. തീ 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 തീയാ 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 തീയാ. തീ പിടിക്കുക, തീ പിടിക്കുക, തീ പിടിക്കുക. കെട്ടുകൾ പൊട്ടുന്നു, കെട്ടുകൾ പൊട്ടുന്നു, കെട്ടുകൾ പൊട്ടുന്നു, കെട്ടുകൾ പൊട്ടുന്നു. യെസ്. Rabaka baba 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 shapaka baba 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 lakara paka shaba baba 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 Uraba shabandara balagadala andara balagadal kauda balagadala rimana hamdal kabalagadala rima shamdara bal hatal kabalagadala ribana hamdal kabalagadala rikama satara baba baba lodora shiara baba baba. യേശുവിന്റെ നാമത്തിൽ ചില വിടുതലുകൾ സംഭവിക്കട്ടെ, ചില ശുശ്രൂഷകളുടെ പവർ ഈ സഭയുടെ മേൽ വ്യാപരിക്കട്ടെ. ഓ ജുബന സബര ഹതല റഗന്തല റോക്കമ ശബരാബ. ആത്മാവിൽ പ്രാർത്ഥിച്ച്, ആത്മാവിൽ പ്രാർത്ഥിച്ച്, ആത്മാവിൽ പ്രാർത്ഥിച്ച്. ഒരു പകർച്ച ഇന്ന് രാത്രി സംഭവിക്കട്ടെ, ഒരു പകർച്ച ഇന്ന് രാത്രി സംഭവിക്കട്ടെ. ആത്മശക്തിയുടെ പകർച്ച ഇന്ന് രാത്രി സംഭവിക്കട്ടെ. റുബാലാദാലാദാല ഹംദൽ കബാലഗദല റേകന ഹംദൽ കബാലഗദൽ കൗഡബലഗദല ഹംദൽ കബാലഗദല ഓറാ ബാബാ 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 ബാബാ. കരം ഉയർത്തി പിടിച്ച് നല്ല രാമേ പറഞ്ഞാടെ, ശക്തിയോടെ രാമേ പറഞ്ഞാടെ. അങ്ങനെ ഞാൻ 40 ദിവസം ഉപവാസം തുടങ്ങി. അന്ന് ഞാൻ പറയാൻ തുടങ്ങി, വിജാസേ ഞാൻ കോട്ടയത്ത് വന്നിട്ടുണ്ട്, ദേശം വിട്ട് പൊക്കോണം. നമുക്കൊരു സൈനായില്ലേ. ഞാനൊരു ദൂത് പറയാം. നീ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും ആത്യന്തം പരമായി ഈ ശക്തി നിനക്ക് വേണ്ടി ചെയ്യാൻ പോവാ. ആത്യന്തം പരമായി, ആത്യന്തം പരമായി നിന്നെ അത്ഭുതപ്പെടുത്തത്തക്ക നിലയിൽ ഈ പവർ കരമുയർത്തി നല്ലൊരു ആമേൻ ഉറക്കെ പറഞ്ഞാടെ, ശക്തിയോടെ ആമേൻ പറഞ്ഞാടെ. ഞാൻ 40 ദിവസം ഉപവാസം കൊണ്ട് ആരംഭിച്ചു. എല്ലാ ദിവസവും പറയാൻ തുടങ്ങി, രാവിലെയും വൈകിട്ടും പറയാൻ തുടങ്ങി, ദേശം വിട്ട് പൊക്കോണം.
മനുഷ്യൻ അന്ധകാരത്തിന് ഒരാതിരി കൽപ്പിക്കുന്നു. നീ കൽപ്പിച്ചാൽ അവിടെ നിൽക്കും. മനുഷ്യൻ അന്ധകാരത്തിന് ഒരാതിരി കൽപ്പിക്കും. ഇന്ന് രാത്രിയിലും ചിലതിന് ആതിരി കൽപ്പിക്കാൻ പോവാ. നിന്റെ വഴികളെ ഇരുട്ടാക്കുന്ന ചില അന്ധകാര ശക്തികളോട് നീ കൽപ്പിക്കാൻ പോവാ. എൻ്റെ വഴിയിൽ നിന്ന് മാറുക, എൻ്റെ മുമ്പിൽ തടയാൻ വന്നേക്കരുത്. എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ശുശ്രൂഷയിൽ, എൻ്റെ ബിസിനസ്സിൽ, എൻ്റെ തലമുറയിൽ തടയാൻ വരരുത്. അതിനെ കൽപ്പിക്കാം. കരമുയർത്തി നല്ലൊരു ആമേ പറഞ്ഞാടെ, ശക്തിയോടെ ആമേ പറഞ്ഞാടെ. കൽപ്പിക്കാൻ തുടങ്ങി. വിട്ടു പൊക്കോളാൻ പറഞ്ഞു, വിട്ടു പൊക്കോളാൻ പറഞ്ഞു, ദേശം വിട്ടു പൊക്കോളാൻ പറഞ്ഞു. 37-ാമത്തെ ദിവസം ഉപവാസ പ്രാർത്ഥനയുടെ 37-ാം ദിവസം രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ അന്യഭാഷ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ +2 പഠിക്കുന്ന സോണി എന്ന് പറഞ്ഞൊരു പെങ്കൊച്ച് മുടി അഴിച്ചിട്ട് നാക്ക് നീട്ടി വന്ന എൻ്റെ വീടിൻ്റെ കടക വന്ന് അടിക്കുക. അയാളേക്ക് നമ്മളാരും വിളിച്ചിട്ട് തുടങ്ങിയല്ല. ആകെ കുറച്ച് ദിവസം അയാൾ താമസിക്കാൻ തുടങ്ങിയിട്ട് ഉപവാസം തുടങ്ങി. എപ്പോഴും ഓർത്തോണം, ഒരു ആത്മാവിൻ്റെ ചലനം ഉണ്ടാകുമ്പോൾ നീ കൂട്ടത്തിൽ കയറി നിന്നോണം. നാളെ ആകട്ടെന്ന് പറയരുത്. ഇപ്പോഴാ സമയം, ഇപ്പോഴാ സമയം. ഇന്ന് പിടിക്കേണ്ട അഭിഷേകം ഇന്ന് പിടിച്ചോടാ. ഇന്ന് വിടുവിക്കപ്പെടേണ്ട വിഷയത്തിന്മേൽ ഇന്ന് വിടുതൽ ആത്മാവിൽ പ്രഖ്യാപിച്ചോടാ. നാളത്തേക്ക് നിൽക്കരുത്. ഇന്ന് പ്രാപിക്കേണ്ട ദൈവശക്തി ഇന്ന് പ്രാപിക്കണം. കരമുയർത്തി ഒരാമേ പറയാടെ. അങ്ങനെ 37-ാം ദിവസം ഈ ശക്തി വന്ന ആളൊക്കെ നിൽക്കുക. ഞാൻ ചോദിച്ചു, നീ ആരാന്ന് പറഞ്ഞു. ഈ ദേശം എൻ്റെയാ. കഴിഞ്ഞ 40 ദിവസമായിട്ട് നീ എന്നെ ചവിട്ടാൻ തുടങ്ങിയതാ. ഞാൻ ആരാന്നറിയാവോ? പേരും നാളും പറഞ്ഞിങ്ങനെ ഇളകി നാക്കവിടുക. ഞാൻ പറഞ്ഞ ഭാവിയാ, നീ ആരാണ്ട, നീ ആരാണ്, എനിക്കെന്നാ. യേശുവിനാവ് യുദ്ധം ഒറ്റ ആട്ടാടിയപ്പോൾ ആ കോളനിക്കകത്ത് കുറേ പെണ്ണുങ്ങളാണ് ഇളകി, ഭൂതങ്ങളെല്ലാം കൂടെ ഇളകി. ഞാനാകെ വിഷമിച്ചു പോയി. നാട്ടുകാരെല്ലാം കൂടി ഈ പെണ്ണുങ്ങളെല്ലാം എടുത്തുകൊണ്ട് വീട്ടിൽ കൊണ്ടുവന്നു. ഒരു പരസ്യവും കൊടുത്തില്ല. 100 പേര് ചുറ്റും കൂടി. കൊണ്ടുവന്ന ഭൂതങ്ങളെല്ലാം വിട്ടുപോയി. ഇത് മാത്രം പോകില്ല. ആദ്യം വന്ന സാധനം പോകില്ല. അത് പറഞ്ഞ് ഞാൻ ചെറിയ സാധനമല്ല, 20 വർഷം മുമ്പുള്ള അമ്മ 4000 രൂപ കൊടുത്ത് സേവ എടുത്തോണ്ട് വന്ന. അപ്പോൾ നാട്ടുകാർ പറയാൻ തുടങ്ങി, ഇവിടെ ആ ദേശത്തൊരു മന്ത്രവാദിനിയുടെ മോളാണ്. ആൾക്കാരെ പേടിപ്പിക്കുന്നൊരു മന്ത്രവാദിനിയാണ്. അവളെ വന്ന് ഇളകി നിൽക്കുന്നേ. രാവിലെ തുടങ്ങിയ പരിപാടിയാണ്. വൈകിട്ട് 10 മണിയായിട്ടും ഇതൊട്ട് പോകുന്നില്ല. സത്യം പറഞ്ഞാൽ വിഷമിച്ചു പോയി. സത്യം പറഞ്ഞാൽ എൻ്റെ ഭാര്യ അന്ന് ഗർഭിണിയാണ്. ആകെ 3-4 വിശ്വാസികളുണ്ട്. ഇവർക്കൊന്നും പറയത്തക്ക നിലയിലുള്ള ശുശ്രൂഷയും നമ്മളൊപ്പം സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുമില്ല. ആകെ വിഷമിച്ചു. അവസാനം രാത്രി 10 മണിയായപ്പോൾ ഈ മന്ത്രവാദിനി വന്നു. വന്നിട്ട് എന്നോട് പറഞ്ഞു, പക്ഷേ നമ്മൾ തമ്മിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതുപോലൊരു ശക്തിയെ പുറത്താക്കാൻ സാധാരണക്കാരനെ കൊണ്ട് പറ്റത്തില്ല. ഇത് ആറുകൊലയാ. എന്നെ എതിർത്തവന്മാരെല്ലാം ഉരുളി കമത്തി ഞാൻ കൊന്നിട്ടുണ്ടോ. അതുകൊണ്ട് പാസ് ഇതിനെ തൊട്ടേക്കരുത്, തൊട്ടാ ഇത് തട്ടുമെന്ന് പറഞ്ഞു. എടാ, എന്നെ കൊല്ലുമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അകത്തൊരു പാവറിങ്ങോട് വന്നു. പെട്ടെന്ന് അകത്തുനിന്നൊരു ശബ്ദം മുഴങ്ങുക. എപ്പോഴോർത്തോണം, പുറത്തുനിന്നല്ല നിൻ്റെ ശബ്ദം വരുന്നത്, നിൻ്റെ അകത്തുനിന്ന് ആത്മാവിന്ന് ദൈവശബ്ദം വരുന്നത്. നിനക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത പ്രതിസന്ധി വരുമ്പോൾ നിന്റെ അകത്തുനിന്ന് പരിശുദ്ധാത്മാവ് പറയുക, ഇപ്പോൾ ശക്തി വെളിപ്പെടുത്തുക. പെട്ടെന്ന് പരിശുദ്ധാത്മാവിൻ്റെ അകത്തുനിന്ന് ഒരു ശബ്ദം കേൾപ്പിക്കുക. യേശുവിൻ്റെ നാമത്തിൽ അവളെ തലേക്ക് വെച്ച് കൽപ്പിക്കാൻ പറഞ്ഞു. ഇപ്പോൾ പോകുന്നു. ഞാൻ പറഞ്ഞു, എന്നെ കൊല്ലുമെന്ന് പന്ന പിശാച് യേശുവിൻ്റെ നാമത്തിൽ പോകരുതെന്ന് പറഞ്ഞു. ഒറ്റ ആട്ടാട്ടിയും അമ്മ ആടിച്ച് താഴെ പോയി. ഞങ്ങളുടെ അവകാശം എടുത്തുക പൊക്കോളാന്ന് പറഞ്ഞു.
ഞങ്ങളുടെ അവകാശം എടുത്തു തന്നാലേ പോകത്തുള്ളൂ. ഞാനും വേറെ ജോളി എന്ന് പറഞ്ഞൊരു ബ്രദറുമായിട്ട് രാത്രി 12 മണിക്ക് പോയി. എല്ലാം 2 കെട്ട് ചാക്കിനകത്താക്കി. ദേശം കാങ്ങിയെ 150 പേര് കൂടി ചാക്കിനകത്തിട്ട് പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരമുള്ള യേശുവിൻ്റെ ഒറ്റ ചവിട്ടിയോടി. ആ ചവിട്ടിനകത്ത് ഈ 2 ഭൂതങ്ങളും വിട്ടുപോയി. ഞാൻ ഒറ്റ പ്രസംഗം പ്രസംഗിച്ചു. എത്ര പേര് സ്നാനപ്പെടാനുണ്ട്? കർത്താവായ യേശുവിൽ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുക. 5-6 ഫാമിലി സ്നാനപ്പെടാൻ വേണ്ടി കൈവക്കി. പിന്നെ ഷാജൻ പാസ്റ്റർ കോട്ടയത്ത് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. വേദപുസ്തകത്തിലൊരു വചനമുണ്ട്, ബലവാനെ പിടിച്ചു കെട്ടാതെ അവൻ്റെ കോപ്പ് കവർന്നെടുക്കാൻ കഴിയത്തില്ല. ബലവാനെ പിടിച്ചു കെട്ടാതെ അവൻ്റെ കോപ്പ് കവർന്നെടുക്കാൻ കഴിയത്തില്ല. അവനിലും ബലവാനായവൻ വന്നാൽ അവനെ പിടിച്ചു കെട്ടി അവൻ്റെ വീട് കൊള്ള ചെയ്യുമെന്ന് ഇന്ന് രാത്രി ചിലതിൻ്റെ മേൽ ഒരു ബലം വരട്ടെ, ഒരു പവർ ഉണ്ടാകട്ടെ. ആമേൻ. ഈ ശ്രദ്ധിച്ച് കൈ അടിക്കുന്നെങ്കിൽ ആത്മശക്തി അടിക്കണം. 2-3 മണിക്കൂർ പ്രസംഗിക്കാന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും പ്രസംഗിക്കുന്ന ഞങ്ങൾക്ക് ഇത് പുത്തിരിയല്ല, മിണ്ടുന്നില്ല. അപ്പൊ പ്രസംഗത്തിലല്ല കാര്യം ഇരിക്കുന്നത്. ഇന്ന് പറയുന്ന വചനത്തിൽ വിടുതലുണ്ടാകണം. വിടുതലുണ്ടാകണമെങ്കിൽ ആത്മാവിൽ നിന്റെ വാ തുറന്ന് പ്രഖ്യാപിക്കണം. ഇവിടെ ഇരുന്ന് പറയുമ്പോൾ ദൈവദൂതന്മാർ നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കാൻ തുടങ്ങുക. ഏഞ്ചലിക് മണ്ഡലവ ഈ സഭയ്ക്ക് വേണ്ടി ഇറങ്ങുകയാണ്. വിശ്വസിക്കുന്ന ആമേൻ പറയാണ്. ആമേൻ. ഈ പവർ അങ്ങോട്ട് വെളിപ്പെടുത്തണം. ഇപ്പൊ എനിക്ക് 800 പേർക്ക് ഇരിക്കാവുന്ന ഒരു AC ഹോളുണ്ട്. ടൗണിൽ തന്നെയാണ്. പാർക്കിങ്ങിൻ്റെ അസൗകര്യമുണ്ട്. അതുകൊണ്ട് 2 സർവീസ്, 2ഉം ഫുള്ളാണ്. ആൾക്കാർ ഫുള്ളാണ്. ഈ ലെവലൊന്നും അല്ല. ചർച്ചിന് വേറെ ലെവലാണ്. ഇത്രയും പവറിൽ ഞാൻ പ്രസംഗിച്ച കസേര ഓടിയും ഉണ്ടെന്നില്ല. ഹലോ, കസേര എന്ത് ചെയ്യും? ഓടിയും. അതുപോലെ സ്പ്രിങ് ആത്മാവിലാണ് നിൽക്കുന്നത്. ഇപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ കയ്യിൽ എഴുതി 1,00,000 ആത്മാക്കളെ ഞാൻ നേടും. എല്ലാ ദിവസവും രാവിലെ എഴുതും 1,00,000 ആത്മാക്കളെ നേടും. ഇപ്പോൾ കുറച്ച് സ്ഥലം കൂടി കൂടുതൽ സ്ഥലം വാങ്ങാൻ പോവുക. നിങ്ങൾ ടെൻഷനൊന്നും അടിക്കണ്ട. ചേർന്ന് രാമ്യം പറഞ്ഞാണേ. ഈ പവർ വെളിപ്പെടുത്താവോ? ഈ ശക്തി വെളിപ്പെടുത്താവോ? ആമേൻ. നിന്റെ വസ്ത്രത്തിൻ്റെ വിളമ്പിൽ തൊട്ടാൽ ബാധ മാറുക. നിന്റെ വസ്ത്രത്തിൻ്റെ വിളമ്പിൽ തൊട്ടാൽ ബാധ മാറുക. നിന്റെ നിഴലടിച്ച രോഗി സൗഖ്യമാകുക. ഇന്ന് രാത്രിയിലും ആ പവർ ഇതിനകത്ത് ഇറങ്ങിയാൽ സൈന്യത്താലെ അല്ല, ശക്തിയാലെ അല്ല, യഹോവയുടെ ആത്മാവിനാ. കരമുയർത്തി ഒരാമേ പറയാണ്. ഈ ശക്തി കിട്ടിക്കഴിഞ്ഞാൽ യെരൂശലേമിലും യഹൂദിയർ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അപ്പോൾ യാത്ര ചെയ്യാൻ എന്നാ വേണം? പവർ മതി വാസേ. പക്ഷെ പവർ ഉണ്ടെങ്കിൽ വഴി തന്നെ തുറക്കും. ഈ പവർ ഉണ്ടോ? ഇടുന്നില്ല. ശക്തിയുണ്ടോ? 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 പ്രായമൊന്നും വിഷയമല്ല. പ്രായമൊന്നും ഇവിടെ വിഷയമല്ല. ഇവിടെ മുടി നരച്ചോ മുടി ഉണ്ടോ എന്നുള്ള വിഷയമല്ല. നിന്റെ അകത്ത് പവർ ഉണ്ടോ? നീ നോക്കിയാൽ കെട്ടുപൊട്ടുക. നീ നോക്കിയാൽ അന്ധകാര ശക്തികൾ ഇളകുക. നീ നോക്കിയാൽ വിടുതൽ സംഭവിക്കുക. The power. Amen. Hallelujah. ഞാൻ കോട്ടയത്ത് വിജയിച്ചു. പക്ഷെ ഇന്ന് അവരവിടെ ഇല്ല. ഞാൻ പറയുന്നത്, എവിടെ നിന്നെ എതിർക്കുന്നുണ്ടോ ഓർത്തോണം, നിനക്ക് ജയമുണ്ടോ. നിന്നെ പേടിക്കുന്നുണ്ടോ? നിന്നെ പേടിക്കുന്നുണ്ടോ? ഞാൻ വളരെ ശക്തമായി വിളിച്ചാൽ പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ ശക്തി കിട്ടും. ശക്തി കിട്ടിയാൽ നീ സാക്ഷിയാകും. നീ ആ സാക്ഷിയാകേണ്ടതാ. നീ സാക്ഷിയാകുന്നത് അത്ഭുതത്തിലൂടെ ആയിരിക്കുക, അടയാളത്തിലൂടെ ആയിരിക്കുക, വീര്യപ്രവർത്തിയിലൂടെ ആയിരിക്കുക. നീ കർത്താവിന്റെ സാക്ഷിയാണ്. ആമേൻ.
ശക്തിയോടെ രാമൻ പറഞ്ഞാടെ. അപ്പൊ ഈ പവർ വന്നു കഴിഞ്ഞാൽ നീ എവിടെ ചെന്നാലും സാക്ഷിയാവും. ഈ പവർ ഉള്ളവർക്കുള്ള പ്രശ്നം എന്താണെന്നറിയാവോ? നിന്നെ ആരൊക്കെ കെട്ടിയാലും ഈ ശക്തി വ്യാപരിക്കുമ്പോൾ കെട്ട് പൊട്ടിപ്പോവും. കെട്ടിയാലും കെട്ട് പൊട്ടിപ്പോവും. ഇന്ന് രാത്രി ഞാൻ ആത്മാവ് വിളിച്ചു പറയാ, നിന്റെ അകത്ത് ഈ ശക്തി വ്യാപരിച്ചാല നിന്റെ കാലുകളെ കെട്ടിയ കെട്ട, നിന്റെ കൈകളെ ബന്ധിച്ച ബന്ധനങ്ങളാ ഇന്ന് രാത്രി കത്തിക്കരിയവ തീ തൊട്ട ചാനൽ പോലെ അതിനെ കർത്താവ് പൊട്ടിച്ചു കളയാ. കരമുയർത്തിയോ രാമേ പറഞ്ഞാടെ. പിശാചിന്റെ ആഗ്രഹം എന്താ? പിശാചിന്റെ ആഗ്രഹം വേറൊന്നുമല്ല. പിശാചിന്റെ ആഗ്രഹം ശക്തി ക്ഷയിച്ച് ശേഷം മനുഷ്യനെ പോലെ ആകണം. ചെമ്പ് ചങ്ങല കൊണ്ട് കെട്ടി കണ്ണുകുത്തി പൊട്ടിച്ച് ദാഗോന്റെ ക്ഷേത്രത്തിൽ മാവരച്ചുകൊണ്ടിരിക്കണം. അതാ പിശാച് നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. വചനം പറഞ്ഞില്ലേ, അകൃത്യത്തിൽ ജീവിതം കഴിക്കുന്ന ഒരുത്തനും ശക്തി പ്രാപിക്കത്തില്ല. മുടി മുറിച്ച് ആമൻ ഇരുമ്പ് ചങ്ങല കൊണ്ട് ബന്ധിച്ച് ആമൻ ദാഗോന്റെ ക്ഷേത്രത്തിൽ എന്ത് ചെയ്യുക? ഇങ്ങനെ ആക്കാൻ ആ പിശാചിന്റെ ആഗ്രഹം. എന്നാൽ ദൈവത്തിൻ്റെ ആഗ്രഹം, നീ ദൈവസന്നിധിയിൽ കാത്തിരുന്ന് ശക്തിയെ പുതുക്കി കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറണമാ. ഓരോ മാസത്തിലുമാ, ഓരോ ആഴ്ചയിലുമാ, ഓരോ വർഷത്തിലുമാ സഭ ആത്മാവിൽ ചിറകടിച്ച് കയറണ. വിശ്വസിക്കുന്ന ആമേൻ പറഞ്ഞാടെ. ശക്തിയോടെ ആമേൻ പറഞ്ഞാടെ. അപ്പോസ്തലന്മാരെ കൂടിയിരുന്ന് പ്രാർത്ഥിച്ച് പെന്തക്കോസ്ത് വളർന്നത് പരിശുദ്ധാത്മാവ് വന്നു. പരിശുദ്ധാത്മാവ് വന്നപ്പോൾ എല്ലാവരും ആത്മാവ് നിറഞ്ഞവരായി. എന്നാ സംഭവിച്ചു? പറ. എല്ലാവരും ആത്മാവിൽ നിറഞ്ഞവരായി. അപ്പോൾ ദൈവസഭ എങ്ങനെ നിറയണം? ആത്മാവിൽ നിറയണം. അടുത്തിരിക്കുന്ന വ്യക്തിക്ക് കരം പിടിച്ചിട്ട് പറ, ആത്മാവിൽ നിറയണാച്ചാന്ന് പറ. ആത്മാവിൽ നിറയണം. കരം കൊടുത്തെന്ന് പറഞ്ഞ ആത്മാവിൽ നിറയണം. എങ്ങനെ നിറയണം? ആത്മാവ് നിറഞ്ഞവരായി. ഈ ആത്മാവ് നിറഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് അറിയാമോ? ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് അകത്തുനിന്ന് പാട്ട് വരണം. എവിടുന്നാ പാട്ട് വരണ്ടേ? അകത്തുനിന്ന് പാടാൻ കഴിവുള്ളവൻ ഏത് കാരാഗ്രഹത്തിനകത്തിലും അവന് കീബോർഡും വേണ്ട, ഗിറ്റാറും വേണ്ട, റിതം പാഡും വേണ്ട, സൗണ്ട് സിസ്റ്റവും വേണ്ട. അവൻ അകത്തുനിന്ന് പാട്ട്, അകത്തുനിന്ന് പാട്ട്. ഉദാപാന ഹംബൽ കപാലകതല ആത്മാവ് നിറഞ്ഞകത്തുനിന്ന് പാടാൻ തുടങ്ങിയാൽ ഏത് കാരാഗ്രഹമാണെങ്കിലോ അതിൻ്റെ അടിത്തറ പൊളിയും. ഹല്ലേലൂയ. ചേർന്ന് രാമൻ പറഞ്ഞാടെ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ പവർ ഇതിനകത്തുനിന്ന് പ്രാപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നിൻ്റെ പുറകെ പോകണ്ട. എല്ലാം നിങ്ങളുടെ പുറകെ വരും. എല്ലാം നിങ്ങളുടെ പുറകെ വരും. എല്ലാം നിങ്ങളുടെ പുറകെ വരും. ഈ പവർ വേണമെന്നുള്ളൂ. ഞാൻ അപ്പോൾ ശുശ്രൂഷ തുടങ്ങി കോട്ടയത്ത് വന്നു. അന്നത്തെ കാലത്ത് പാസ്റ്റർമാർക്കൊരു ട്രെൻഡ് ഉണ്ടായിരുന്നു, ദുബായി പോകണം. ദുബായി പോയി പ്രസംഗിച്ചാൽ പൊതു ശുശ്രൂഷ നിൽക്കുന്നവർക്കൊരു ബെയ്റ്റാണ് ദുബായി പോയി എന്ന് പറയും. അപ്പോൾ ഞാൻ എറണാകുളത്തോടൊരു ബിസിനസ്സുകാരനുണ്ട്. പുള്ളിയോട് പറഞ്ഞു, അച്ഛൻ എന്നെ ഒന്നെങ്കിലും ദുബായിലൊന്ന് ഇറക്കണം. അച്ഛൻ പറഞ്ഞു, ഇറക്കാം, അതിനെന്താ കുഴപ്പമില്ല. എല്ലാ വെള്ളിയാഴ്ചയും ഓൾ നൈറ്റ് ഉണ്ട്, വന്ന് ശുശ്രൂഷിച്ചു. എന്നിട്ട് ഒരു മാസം കഴിയുമ്പോൾ ഞാൻ അപ്പോൾ ഓൾ നൈറ്റ് പ്രയർ എറണാകുളത്ത്. എന്തിനു വേണ്ടിയാ? ദുബായിക്ക് പോകാൻ വേണ്ടി. എന്തിനു വേണ്ടിയാ? ദുബായിക്ക് പോകാൻ വേണ്ടി. ഓൾ നൈറ്റ് പ്രയറിന് 1 മണിയാകുമ്പോൾ എനിക്ക് തരും. 6 മണി വരെ ശുശ്രൂഷിക്കണം. 1 മണി തൊട്ട് 5 മണിക്കൂർ ശുശ്രൂഷിക്കണം. 1 മണി തൊട്ട് ആൾക്കാർ തൂങ്ങുന്ന സമയത്ത് ഞാൻ എല്ലാത്തിനും ദൂത് പറയണം, വചനം പറയണം, ഭൂതമുണ്ട് ഭൂതത്തെ അളക്കണം. ഇങ്ങനെ 1 മാസം കഴിയുമ്പോൾ പുള്ളി പറയും, പക്ഷേ വിസ ഇത്തിരി പ്രശ്നമാണ്, അതുകൊണ്ട് അടുത്ത മാസം റെഡിയാക്കാം. അങ്ങനെ പിറ്റേ മാസം ഞാൻ എറണാകുളത്തുനിന്ന് ട്രെയിനിൽ കയറി കോട്ടയം ഉറങ്ങിപ്പോവും. വന്നിറങ്ങുന്ന ചങ്ങനാശ്ശേരി തിരുവല്ലയിലാണ്. പിന്നെ അവിടെ നിന്ന് പോകണം. അപ്പോൾ 5-6 മാസം കഴിഞ്ഞപ്പോൾ പാലക്കാട് കല്ലടിക്കോട് IPC 3 ദിവസം ഉപവാസ പ്രാർത്ഥനയ്ക്ക് എന്നെ പ്രസംഗിക്കാൻ വിളിച്ചു. ഞാൻ അവിടെ ചെന്ന് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ അന്ന് അബുദാബിയിൽ നിന്നൊരു ദിനേശ് ബ്രദറും ഒരു സിസ്റ്ററും
അവരുടെ ഫാമിലി എല്ലാം ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് പ്രസംഗിക്കാൻ തുടങ്ങി. പരിശുദ്ധാത്മാവ് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ദിനേശ് ബ്രദറിൻ്റെ ഭാര്യയ്ക്കും അമ്മയ്ക്കും 2 സഹോദരിമാർക്കും കൂടെ ഭൂതോളകി ഇതങ്ങോട്ട് വിട്ടുപോയി കഴിഞ്ഞപ്പോൾ ഈ ബ്രദർ പറഞ്ഞു, പാസ്റ്റർ ഇത്ര നാൾ ഇവരൊക്കെ പാരമ്പര്യമായിട്ട് വലിയ വിശ്വാസികളാണ്, ഇവരുടെ അകത്തൊക്കെ ഇങ്ങനെ ഭൂതമുണ്ടെന്ന് വിചാരിച്ചില്ല, ഇപ്പോഴാണ് ഇത് കണ്ടത്, ഞാൻ ആദ്യമായിട്ട് ഇത് കാണുന്നത്. പുള്ളി ഒരു തമിഴാളാ. പുള്ളി പറഞ്ഞു, പാസ്റ്റർ അബുദാബി വരുന്നു. ഞാൻ പറഞ്ഞു ഓൾറൈറ്റ് കുറേ കഴിഞ്ഞതാ. ഞാൻ പറഞ്ഞു വരാം. അന്ന് പാസ്റ്റർ എന്നിട്ട് എൻ്റെ ഇതാ നമ്പർ, എനിക്കൊരു ഇമെയിൽ, പാസ്പോർട്ടിൻ്റെ കോപ്പി അയച്ചതാ, അടുത്ത മാസം പാസ്റ്റർ കൊണ്ടുപോകാൻ പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് സന്തോഷിച്ചു. ദുബായി പോകാം. ഞാനങ്ങനെ ചെന്ന് ദുബായിൽ ചെന്ന് ഇറങ്ങി അബുദാബിയിലേക്ക് ഇദ്ദേഹം കൊണ്ടുപോയി. വണ്ടി വെച്ച് പുള്ളി ഒരു കാര്യം പറഞ്ഞു, പാസ്റ്റർ ഞങ്ങളുടെ അബുദാബി IPC-യാണ്. അപ്പോൾ ഞാൻ പാസ് വന്ന കാര്യം അവിടുത്തെ പാസ്റ്റോട് പറഞ്ഞപ്പോൾ പറഞ്ഞു, പണം ഉണ്ടെന്ന് വിചാരിച്ച് പാസ്റ്റർമാരിറക്കാൻ ശുശ്രൂഷ കിട്ടിയില്ല, സഭയ്ക്ക് ചില ചട്ടവട്ടക്രമമുണ്ട്, അതുകൊണ്ട് നീ കൊണ്ടുവരുന്ന പാസ്റ്റർ ഇൻഡിപെൻഡൻ്റാണ്, അതുകൊണ്ട് 5 മിനിറ്റ് കൊടുക്കും, വേറെ ശുശ്രൂഷ ഒന്നുമില്ലെന്ന് പറഞ്ഞു. ഞാൻ ഒരു മാസത്തെ ശുശ്രൂഷക്ക് പോവാ, 5 മിനിറ്റ് തരുള്ളൂ. ഞാനന്ന് രാത്രി മൊത്തം മുട്ടയിരുന്നു, കർത്താവെ 5 മിനിറ്റ് കൊണ്ട് അല്പം കൊണ്ട് വധയം കൊണ്ട് പ്രവർത്തിപ്പാൻ നീ ശക്തനാണ്. ഇങ്ങനെ മുട്ടയെന്ന് അന്ന് രാത്രി മൊത്തം ഇരുന്ന് പ്രാർത്ഥിച്ചു. ചെന്നു, നിറച്ച ആൾക്കാരുള്ള സഭയാണ്. ഞാനവിടെ ചെന്ന് എഴുന്നേറ്റുന്നു. അന്നേരം പരിശുദ്ധാത്മാവ് ഒരു വചനം പറയാ, യഹോവ തൻ്റെ ഭക്തന്മാർക്ക് ചുറ്റും യഹോവ തൻ്റെ ദൂതന്മാർ പാളയമിറങ്ങും. അപ്പം 5 മിനിറ്റ് അല്ലേ, 5 മിനിറ്റ് കൊണ്ട് എന്നാ ചെയ്യാനാ? പേര് പറയണം, ഈ വചനം പറയണം. ഞാൻ രാത്രി മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിച്ചു. രാവിലെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് പാസ്റ്റർ പറഞ്ഞു, ദിനേശ് കൊണ്ടുവന്ന ഒരു പാസ്റ്റർ കോട്ടയത്ത് വന്ന് പറഞ്ഞിട്ട് 5 മിനിറ്റ് പറയും. ഞാൻ ചെന്നിട്ട് ഒന്നും പറഞ്ഞില്ല, കണ്ണടക്കാൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഇന്നലെ രാത്രി മൊത്തം പ്രാർത്ഥിച്ചപ്പോൾ 5 മിനിറ്റ് തരുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എന്നോട് ദൈവം ഒരു വചനം പറഞ്ഞു, അതങ്ങോട്ട് പറയാൻ പോകുമെന്ന് പറഞ്ഞു. യഹോവ ദൈവത്തിൻ്റെ ഭക്തന്മാർക്ക് ചുറ്റും ദൈവത്തിൻ്റെ ദൂതന്മാർ പാളയമിറങ്ങുമെന്ന് പറയും. പരിശുദ്ധമാർന്ന് കട്ടിക്ക് പറയാടാന്ന് പറഞ്ഞു. ഇങ്ങനെ പറയാതെ കട്ടിക്ക് പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ദൈവത്തിൻ്റെ ദൂതന്മാർ ഇപ്പോൾ ഇവിടെ പാളയമിറങ്ങുമെന്ന് പറഞ്ഞില്ല. അവിടെ പ്രവചിച്ച്, ആ സഭക്കകത്ത് പ്രവചിക്കുന്ന ഒരു പെണ്ണായിരുന്നു. അവളങ്ങോട്ട് ആലറാൻ തുടങ്ങി, വേറൊരു പെണ്ണങ്ങോട്ട് ഛർദ്ദിക്കാൻ തുടങ്ങി. ഒരു ചെക്കൻ തലയും കുത്തി ആഴ്ച കിടന്ന് പടക്കാൻ തുടങ്ങി. കാരണം രാത്രി മുതൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഒറ്റ വചന കർത്താവ് പറഞ്ഞ്, ദൂതൻ ഇറങ്ങുമെന്നോ. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന നിന്നോട് പറയാമോ, വഴി തുറക്കുന്ന ദൂതന്മാർ, സ്ഥലമളക്കുന്ന ദൂതന്മാർ ഇന്ന് രാത്രി ഇറങ്ങുക. ഇറങ്ങുക. ചില വിഷയങ്ങൾ, തീരാത്ത വിഷയങ്ങൾ തീർക്കാൻ ദൂതൻ ഇറങ്ങുക. വിശ്വസിച്ചോ. നിനക്ക് വേണ്ടി ഇറങ്ങുക. ഇറങ്ങും. ദൂതൻ ഇറങ്ങുക. ഇതുവരെ ഇല്ലാത്ത വഴികൾ തുറക്കാൻ ചില ദൂതന്മാർ ഇറങ്ങുക. വിശ്വസിച്ചോ. ഇന്ന് രാത്രി ചിലർക്ക് വേണ്ടി ദൂതന്മാർ ഇറങ്ങാൻ പോവാ. യെസ്. റബാന തല. ആമേൻ. അഞ്ച് മിനിറ്റ് ആയപ്പോ ഞാൻ ഇരുന്നു. വേറൊരു പാസ്റ്റർ പ്രസംഗിച്ചു. മീറ്റിംഗ് കഴിച്ചപ്പോൾ അവിടുത്തെ പാസ്റ്റർ ചോദിച്ചു, ഇന്ന് വൈകിട്ട് വല്ല മീറ്റിംഗ് ഉണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മീറ്റിങ്ങേ ഇല്ല. എന്നാൽ വൈകിട്ടൊരു സ്പെഷ്യൽ മീറ്റിംഗ് ഉണ്ട്, ഇങ്ങനെ കുറച്ച് ആൾക്കാർ ഇവിടെ ഉണ്ട്. സ്തോത്രം. വൈകിട്ടത്തെ മീറ്റിംഗ് എന്നപ്പോഴത്തേക്ക് ഒരാൾ തലക്കൈയും കൊണ്ട് കിടക്കുക. നീ ഇന്നലെ രാത്രി തൊട്ട് എന്നെ ചവിട്ടാൻ തുടങ്ങിയതാ. പ്രിയമുള്ളവർ, ഞാൻ പറയട്ടെ, ആ പാസ്റ്റർ പിന്നെ എനിക്ക് സ്തോത്ര കാഴ്ച തന്നത് എയർപോർട്ടിൽ കൊണ്ടുവന്ന, നിലത്ത് നിൽക്കാൻ പറ്റിയില്ല. ഇന്ന് ഞാനൊരു ദൂത് പറയാം. നിന്നെ ശക്തി പ്രാപിച്ചിട്ടുണ്ടോ? നീ ഒന്നിൻ്റെ പുറകെ പോകേണ്ടി വരത്തില്ല. ഒന്നിൻ്റെ പുറകെ നടക്കേണ്ടി വരത്തില്ല. വിശ്വസിക്കുന്നുണ്ടോ?
നിന്നെ തേടി വരാൻ പോവാ. യാത്രകൾ നിന്നെ തേടി വരോ, അനുഗ്രഹം നിന്നെ തേടി വരോ, നന്മയും കരുണയോ നിന്റെ ആയുഷ്കാലം മുഴുവൻ നിന്റെ പുറകെ വരോ. വിശ്വസിച്ചോ, വിശ്വസിച്ചോ. മുൻപന്മാർ പിൻപന്മാർ, മുൻപന്മാർ പിൻപന്മാർ, പിൻപന്മാർ മുൻപന്മാരാകുന്ന. ഹല്ലേലൂയ. പവർ ഉണ്ടെങ്കിൽ നീ ഏത് രാജ്യത്ത് പോയാലും അവിടുത്തെ പിശാച് ഇളകും. മിണ്ടുന്നില്ല. ഇപ്പൊ പോകാൻ പറ്റാത്ത സമയമില്ല, പോകാൻ പറ്റാത്തതുപോലെ യാത്രകൾ വന്നു. ഞാൻ പറയുന്നത് ഈ പവർ ആത്മാവ് നിറഞ്ഞവനായി നീ വേറെ ഒരു ഭാവി നിന്നെക്കുറിച്ച് ചിന്തിക്കണ്ട. പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ദൈവത്തെ ആരാധിക്കുക. ഞാൻ നിങ്ങളോട് വിളിച്ചു പറയാം, നിനക്ക് ആവശ്യമുള്ളത് ദൈവം വരുത്തിത്തരും, വരുത്തിത്തരും, വരുത്തിത്തരും. നീ ഇരിക്കുന്നിടത്ത് വരുത്തിത്തരുക. നിന്റെ തലമുറകൾക്ക് വേണ്ടി ദൈവം വരുത്തിത്തരുക. ഇന്ന് രാത്രി ദൂത ചിലർക്ക് ദൈവം വരുത്തിത്തരാൻ പോവാ, ദൈവം വരുത്തിത്തരാൻ പോവാ, ദൈവം വരുത്തിത്തരാൻ പോവാ. പ്രാപിച്ചോ. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞോ, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞോ, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആമേൻ. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷ പറഞ്ഞ് തുടങ്ങിയെന്ന്. അന്യഭാഷ പറഞ്ഞ് തുടങ്ങി. അന്യഭാഷ പറയുന്നുണ്ടെങ്കിൽ വിചാരിച്ചു അതൊരു തുടക്കമാണ്. എന്തിനുള്ള തുടക്കം? പ്രവചിക്കാനുള്ള തുടക്കമാണ്, ഭൂതങ്ങളെ പുറത്താക്കാനുള്ള തുടക്കമാണ്, വീര്യപ്രവൃത്തികൾ ചെയ്യാനുള്ള തുടക്കമാണ്, ദേശത്തെ കീഴ്മേൽ മറിക്കാനുള്ള തുടക്കമാണ്. അന്യഭാഷ പറഞ്ഞു തുടങ്ങി. ഇന്ന് രാത്രിയിലോ അന്യഭാഷ പറയുന്നുണ്ടോ? എന്നിന്റെ തുടക്കമാണ്, എന്നിന്റെ തുടക്കമാണ്. കരമുയർത്തി ശക്തിയോടെ രാമേ പറഞ്ഞാടെ, ശക്തിയോടെ രാമേ പറഞ്ഞാടെ. അന്യഭാഷ പറഞ്ഞ് തുടങ്ങി, അന്യഭാഷ പറഞ്ഞ് തുടങ്ങി. ആത്മാവ് അവർക്ക് നൽകിയതുപോലെ ഇതുവരെ ആരും പറയാത്തത് ആത്മാവ് നിറഞ്ഞ സഭയ്ക്ക് വേണ്ടി ദൈവം മാറ്റിവെച്ചിരുന്നു. ഒന്നുകൂടെ പറഞ്ഞാൽ സഭ ഭൂമിയിൽ പുറത്തു വന്നത് ആത്മാവ് നിറഞ്ഞ ആത്മശക്തിയിലാണ് സഭ പുറത്തു വന്നത്. 120 കൂടുന്ന സംഘത്തിലേക്ക് പരിശുദ്ധാത്മ വന്നപ്പോൾ സംഘം സഭയായി രൂപാന്തരപ്പെട്ടു. ഇന്ന് ഞാനൊരു ദൂത് വളരെ ശക്തമായി വെളിപ്പെടുത്താം. ചിലത് രൂപാന്തരം പ്രാപിക്കുന്നത് ആത്മാവിൻ്റെ നിറവിലാണ്, ആത്മാവിൻ്റെ ശക്തിയിലാണ്. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നല്ല രാമേ പറഞ്ഞാടെ. ഈ പവർ അങ്ങോട്ട് പ്രാപിച്ചു കഴിഞ്ഞാൽ നിങ്ങളോട് ഞാൻ വളരെ വിളിച്ചു പറയാം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം കഴിഞ്ഞ് 2-ാം അധ്യായം തീരുമ്പോൾ കൂട്ട സ്നാനം. 3-ാം അധ്യായത്തിൽ മുടന്തൻ ചാടി എഴുന്നേൽക്കുന്നു. 4-ാം അധ്യായത്തിൽ അവർ പ്രാർത്ഥിക്കുന്ന സ്ഥലം കുലുങ്ങുന്നു. 5-ാം അധ്യായത്തിൽ നിഴലടിക്കുമ്പോൾ രോഗി സൗഖ്യമാകുന്നു. ആമേ, ഭൂതങ്ങൾ ഇളകുന്നു, മരിച്ചവർ ഉയർക്കുന്നു. 6-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് വീണ്ടും വരുന്നു. ഇന്ന് ഞാൻ വളരെ ശക്തമായിട്ട് വിളിച്ചു പറയാം, ആത്മ നിറവുള്ള സഭയാണോ നിന്റെ സഭ? ആത്മ നിറവുള്ള കുടുംബമാണോ നിന്റെ കുടുംബം? ഓരോ അധ്യായത്തിലും പുതിയത് ദൈവം നിനക്ക് വേണ്ടി വെളിപ്പെടുത്തി തരുക, ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി തരുക. വിശ്വസിക്കുന്നവർ ആമേ പറഞ്ഞാട്, നല്ലൊരാമൻ ഉറക്കെ പറഞ്ഞാട്. ഈ പവറിൽ, ഈ ആത്മാവിൻ്റെ ശക്തിയിൽ, ആത്മാവിൻ്റെ പവറിൽ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ഈ അപ്പോസ്തലന്മാരെ കുറിച്ച് പറയുന്നത് ഇവർ സാമാന്യരും പഠിപ്പില്ലാത്തവരും പക്ഷേ ഇവർ യേശുവിൻ്റെ കൂടെ ഉള്ളവരാണെന്നറിഞ്ഞ് അവരുടെ ധൈര്യം കണ്ടിട്ട് ആശ്ചര്യപ്പെട്ടു പോയി. ഈ ധൈര്യം എന്ന് പറയുന്ന പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു പ്രത്യേക പവറാണ്. ധൈര്യം എന്ന് പറയുന്നത്, നമ്മൾ പ്രസംഗിക്കുമ്പോഴൊക്കെ സ്റ്റേജ് ഇങ്ങനെ നിൽക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും ഭയങ്കര ധൈര്യമാണ്. ഈ പരിശുദ്ധാത്മാവ് ഉള്ളപ്പോൾ നമ്മൾ വലിയ ധൈര്യശാലിയാണ്. പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ ഒരു ധൈര്യമില്ല, ഉണ്ടെന്നില്ല. പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ ഒരു ധൈര്യമില്ല.
ഞങ്ങൾ കുമിളിൽ നിന്നൊരു ഫാമിലി വരുന്നുണ്ട്. അവർ കേരളത്തോട്ടമാണ്. അങ്ങനെ ഞങ്ങളവിടെ പ്രാർത്ഥിക്കാം. ഞങ്ങൾ 3-4 സഹോദരന്മാർ ഞങ്ങളും കൂടെ എല്ലാം കൂടി പ്രാർത്ഥിക്കാൻ വേണ്ടി ചെന്നു. ഇവർ വിളിച്ചിട്ട് പോവുക. ഞാനവിടെ ചെന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അച്ചാനങ്ങൾ ഇളകി. ഞാൻ കടമറ്റത്ത് കത്തനാരാ, 45 വർഷമാണ് ഞാൻ ഈ പറമ്പിൽ കയറിയിട്ട്. എന്നെ ഇളക്കാൻ നീ വന്നേക്കരുത്, നീ കോട്ടയം കാണികളെന്ന് പറഞ്ഞു. കുമിളിയെന്നാണ് പറയുന്നത്. തിരുവനന്തപുരത്ത് എറണാകുളത്താണെങ്കിൽ ബാബു ചാച്ചെന്ന് പറയും. കുഴപ്പമില്ല, ചവിട്ടി പിടിച്ചിങ്ങ പോരാ. ഇത് കുമിളി കുട്ടിക്കാനെ ഇറക്കാറങ്ങണം. ഞാൻ മനസ്സിലൊന്ന് ചിന്തിച്ചു, ഈ അപ്പച്ചൻ്റെ ഭൂതത്തെ ചാദിച്ച് പണി വാങ്ങിക്കുന്ന എന്തിനാ? എന്നോട് നേരെ കൈ ചൂണ്ടി പറയാ, നീ 45 വർഷമായി ഈ മണ്ണി ഞാൻ കയറിയിട്ട്, ഞാൻ കടമറ്റത്ത് കത്തനാരാ, എന്നെ ഇളക്കാൻ വന്നേക്കരുത്, നീ കോട്ടയം എത്തിയതെന്ന് പറഞ്ഞു. നമ്മൾ ഈ 4 വീലും ഈ വീലിലെ വണ്ടിക്കകത്തല്ലേ പോകുന്നേ. ചെറിയൊരു പേടി എൻ്റെ മനസ്സിനകത്ത്, മിണ്ടുന്നില്ല. ഹലോ, ചെറിയൊരു ഭയം. അപ്പം കൂടെ ശിഷ്യന്മാരുണ്ട്. നമുക്ക് ഭയമാണെന്ന് ഈ കൂടെ നിൽക്കുന്നവർക്ക് അറിയത്തില്ലല്ലോ. അതാണ് നമ്മുടെ വിജയം. പിശാചിന് അറിയത്തില്ല, കൂടെ നിൽക്കുന്നവർക്കും അറിയാം. നമ്മളെ അന്യഭാഷ പറഞ്ഞ് നിൽക്കുക. അപ്പം മനസ്സിനകത്ത് ചിന്തയാ, ഇതിനെ അടിച്ച് പുറത്താക്കിയിട്ട് നമ്മൾ തട്ട് വാങ്ങിക്കേണ്ട കാര്യമുണ്ട്. കാരണം കോട്ടയം വരെ എത്ര 100 കിലോമീറ്റർ ഉണ്ട്. ഈ എയർപിന്നൊക്കെ ഉള്ളതാ, വലിയ പ്രശ്നമാണ്. ഇത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവിനോട് പറയാ, നീ എന്തിനാ പേടിക്കുന്നേ? നിന്റെ കാല് കല്ലിൽ തട്ടിപ്പോകാതെ ഞാൻ നിന്നെ കൈകളിൽ വഹിക്കും. എൻ്റെ ദൂത ഒരു വചനം കൂടെ ആത്മാവ് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ പിന്നെ പവറായി. അത്ര നേരമുള്ള കാര്യം ഇവിടെ ആരും ഒന്നും ചെയ്യുന്നില്ല, അറിയുന്നില്ല. ഞാനവിടെ തലയൊക്കെ വെച്ചാൽ നിന്നെ പുറത്താക്കാൻ ചെയ്യും, ഞാൻ കോട്ടയത്ത് പോകുമെന്ന് പറഞ്ഞു. സാധനം വിട്ടുപോയി. സാധാരണ 3 മണിക്കൂർ 3.5 മണിക്കൂർ വേണം കുമിളിയിൽ നിന്ന്. പക്ഷെ അന്ന് 2.5 മണിക്കൂർ കൊണ്ടെത്തി. കാരണം പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോകുന്നത്. ചേർന്ന് രാമൻ പറഞ്ഞാടെ. അപ്പം നമ്മൾ ഈ ശക്തി എന്ന് പറഞ്ഞാൽ എന്നാന്ന് വെച്ചാൽ, പരിശുദ്ധാത്മാവ് നമ്മൾ വരുമ്പോൾ നമ്മൾ അസാധാരണ മനുഷ്യനാവും എന്ന് പറഞ്ഞാൽ, ഒരു പ്രശ്നമൊക്കെ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ നമ്മളെ ഈ കെട്ടിടത്തിനെക്കാട്ടും വലിയ ഹൈറ്റുള്ള ആളായിട്ട് മാറും. മനസ്സിലാവുന്നുണ്ടോ? ഈ ആത്മാവിൽ നടക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ റുബല ഹത്തല അന്യഭാഷ പറഞ്ഞ് നടക്കുക എന്നല്ല. ഈ കെട്ടിടത്തിന് വലിയൊരു മനുഷ്യൻ ഇതിലൂടെ നടന്ന് എങ്ങനെ ഉണ്ടാവും? മനസ്സിലാവുന്നുണ്ടോ? നിന്റെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെട്ട് നീ ദേശത്തെ കറങ്ങി നടക്കാൻ തുടങ്ങിയാൽ പാതാള ഗോപുര ശക്തികൾക്ക് നിൽക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് വചനം പറയുന്നേ, ഇരുളിൽ വെളിച്ചം പ്രകാശിക്കുക, ഇരുൾ അതിനെ പിടിച്ചടക്കത്തില്ല. കരമുയർത്തി ശക്തിയോടെ ആമേൻ പറയാണ്. അങ്ങോട്ട് ഒരു 8 അടി പൊക്കമുള്ള ആള് നടന്നു പോയി കഴിഞ്ഞാൽ എല്ലാവരും എന്ത് ചെയ്യും? നോക്കും. കാരണം ആൻറ്റി കൃത്യം പറഞ്ഞു, നോക്കും. അപ്പോൾ ഒരു 15 അടി പൊക്കമുള്ള ആളാണെങ്കിലോ എത്തി നോക്കും, കൗതുകത്തോടെ നോക്കും. ഇതുപോലെ നീ ആത്മാവിൽ ശക്തി പ്രാപിച്ചു കഴിഞ്ഞ് നടക്കുമ്പോൾ നീയല്ല നടക്കുന്നേ, സ്വർഗം എൻ്റെ സിംഹാസനം, ഭൂമി എൻ്റെ പാദപീഠം എന്നരുൾ ചെയ്ത വലിയവനായ ദൈവം നിന്നിലൂടെ ദേശത്തേക്ക് നടക്കാൻ തുടങ്ങുമ്പോൾ അന്ധകാരം അവൻ്റെ കാൽ കീഴാക്കിക്കൊണ്ട്, അന്ധകാര ശക്തികൾ അവൻ്റെ കാൽ കീഴാക്കിക്കൊണ്ട് നീ ആത്മാവിൽ നടക്കാൻ ആരംഭിക്കുമ്പോൾ നീ കാലി ചവിട്ടുന്ന ദേശം നിനക്ക് അവകാശമാ. ചേർന്ന് രാമേ പറഞ്ഞാടെ. നമ്മൾ ഈ വചനം പറഞ്ഞത് അങ്ങോട്ട് വിശ്വസിച്ച് ആത്മാവിൽ നിറഞ്ഞങ്ങോട്ട് ചെയ്യുക. ഈ ആത്മാവിൽ നിറയുമ്പോൾ പവർ കിട്ടും. ആത്മാവിൽ നിറയുമ്പോൾ എന്ത് കിട്ടും? പവർ കിട്ടും. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ അകത്തുനിന്നൊരു ഭയങ്കര ബലമുണ്ടാകും. അകത്തുനിന്ന് വലിയൊരു ബലമുണ്ടാകും. നമുക്ക് ഭയങ്കര ഒരു വിശ്വാസം വരും. ഞാൻ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിങ്ങനെ ടീം പ്രവർത്തനമുണ്ട്. കൊച്ചിയിൽ വെച്ച് ഈ നൂൻ്റെ ചർച്ചകളിൽ ടീം പ്രവർത്തനമുണ്ട്. ഈ 2 പാസ്റ്റർമാരെ ട്രാക്റ്റുമായിട്ട് ഓരോ വീടുകളിൽ നടക്കും. അപ്പോൾ നമ്മളിങ്ങനെ ആത്മാവിൽ നിറഞ്ഞിങ്ങനെ വട്ടുപിടിച്ച് നടക്കുകയല്ലേ, ആത്മാവിൽ നിറഞ്ഞ് എന്തെങ്കിലും കർത്താവിനോട് ചെയ്യാൻ വേണ്ടി നടക്കുകയല്ലേ. അപ്പോൾ ഞാനും ഈ പാസ്റ്ററും കൂടി ട്രാക്റ്റ് കൊടുത്ത് നടക്കുമ്പോൾ അപ്പുറത്തെ വീട്ടിലെ ഒരു ചേച്ചിയെ അവിടുത്തെ പട്ടി കടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, പാസ്റ്ററെ അടുത്ത സുവിശേഷം നമുക്ക് ആ പട്ടിയുള്ള വീട്ടിൽ ഇപ്പോൾ പറഞ്ഞു. അപ്പോൾ എന്നോട് ആ പാസ്റ്റർ ചോദിച്ചു, പട്ടിയില്ലാത്ത എന്തോരം വീടുണ്ട് ഷാജ, കടിക്കുന്ന കണ്ടയല്ലേ?
ഞാൻ പറഞ്ഞു, ഇന്ന് ഞാൻ വായിച്ച ദാനിയേലിൻ്റെ പുസ്തകമാണ് സിംഹത്തിൻ്റെ വായടച്ച ദൈവം, എൻ്റെ ദൈവം. അപ്പോൾ പാസ്റ്റർ പറഞ്ഞു, അത് ദാനിയേലിന് വേണ്ടിയല്ലേ? ഞാൻ പറഞ്ഞു, പണ്ടെങ്ങാനും ദാനിയേലിന് വേണ്ടി സിംഹത്തിൻ്റെ വായടച്ചിട്ട് കൊച്ചി കിടക്കുന്ന എനിക്കെന്നാ ഗുണം? എനിക്ക് വല്ല ഗുണമുണ്ടോ? നിങ്ങൾക്ക് വല്ല ഗുണമുണ്ടോ? ഒരു ഗുണവുമില്ല. ദാനിയേലിന് സിംഹത്തിൻ്റെ വായടച്ചെങ്കിൽ ദാനിയേൽ രക്ഷപ്പെട്ടു. അത് ഇതിനകത്ത് എഴുതി വെച്ചേക്കുന്നത് എന്തിനാണെന്നറിയാവോ? അന്ന് പ്രവർത്തിച്ച ദൈവം ഇന്നും പ്രവർത്തിക്കാൻ ശക്തനാണ്. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാ. അത് വിശ്വസിക്കാൻ വേണ്ടി ദൈവം എഴുതി വെച്ചിരിക്കുക. അന്ന് പ്രവർത്തിച്ച ദൈവത്തിന്റെ കരവ ഇന്ന് രാത്രിയിൽ കുറുകിയിട്ടില്ല. കരമുയർത്തി ഒരു ആമേൻ പറഞ്ഞാടെ, ശക്തിയോടെ ആമേൻ പറഞ്ഞാടെ. ഞാൻ പറഞ്ഞു, പാസ് വരുന്നുണ്ടോ? എന്നോട് പറഞ്ഞു, ഇത് കെട്ടാത്തതിൻ്റെ കുഴപ്പമാണ്. കെട്ടി 2 പിള്ളേരൊക്കെ ആകുമ്പോൾ ഒത്തിരി ഒതുക്കമൊക്കെ വരും. എനിക്ക് ഭാര്യയും പിള്ളേരും ഉണ്ട്. ഇപ്പം പട്ടിണി കടിയുള്ള എനിക്ക് സമയമില്ല, വേണം പൊക്കോളാൻ പറഞ്ഞു. ഞാനങ്ങോട്ട് ഇതൊക്കെ ഒരു ആത്മീയ അധികാരത്തിൽ ചെയ്യേണ്ട ശുശ്രൂഷയാണ്. ഇതൊക്കെ ഒരു ആത്മീയ പവറിൽ ചെയ്യേണ്ട ശുശ്രൂഷയാണ്. ഞാനോട് ഞാൻ ഗേറ്റിലേക്ക് വെച്ചിട്ട് യേശുവിൻ്റെ നാമത്തിൽ സിംഹത്തിൻ്റെ വായടച്ചതുപോലെ യേശുവിൻ്റെ നാമത്തിൽ പട്ടി ഞാൻ ബന്ധിക്കുക, ദൂതന്മാർ ഇറങ്ങി കെട്ടട്ടെന്ന് പറഞ്ഞു. ഞാൻ പാട്ടി നോക്കുന്നല്ല, അനങ്ങുന്നില്ല, കാണുന്ന മാത്രം അനങ്ങുന്നുള്ളൂ. പോയി ബെല്ലടിച്ചു. ഒരു ആൻറ്റി വന്ന്, ആംഗ്ലോൻ്റെ ആൻറ്റി വന്ന് വാലുടന്നു. എനിക്കിട്ട് നോക്കും, പട്ടിക്ക് നോക്കും. ടിപ്പു, ഞാൻ പറഞ്ഞു, ടിപ്പുവിനെ വിളിക്കണം, അനങ്ങേലെന്ന് പറഞ്ഞു. അവിടെ നിൽക്കും, അനങ്ങത്തില്ലെന്ന് പറഞ്ഞു. പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, മരണഭയത്തിലാണ് കിടക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആൻറ്റി ഇവിടെ നിൽക്കുമ്പോൾ എന്നോട് ദൈവം പറയാം, നിങ്ങൾ മരണഭയത്തിലാണ്. എൻ്റെ പൊന്നു ബ്രദറെ കയറാൻ പറഞ്ഞു. അവരുടെ ചരിത്രം പറഞ്ഞു, ഞാൻ സുവിശേഷം പറഞ്ഞു, രക്ഷിക്കപ്പെട്ടു. ആമേ കൈവച്ച് പ്രാർത്ഥിച്ചു. എന്നോട് ചോദിച്ചു, കാപ്പി വേണോ, ചായ വേണോ, ജ്യൂസ് വേണോ? ഞാൻ പറഞ്ഞു, ഈ ചൂടത്ത് കാപ്പിയൊന്നും വേണ്ട, നല്ല ജ്യൂസ് ഉണ്ട് എടുത്തോളാൻ പറഞ്ഞു. സ്തോത്രം. ഞാൻ ആ കസേര കയറിയിരുന്ന് എന്ത് ചെയ്യുക, നല്ല തണുത്ത ജ്യൂസ് കുടിക്കുക. അപ്പം എൻ്റെ കൂടെ വന്ന മറ്റേ പാസ് വെയിലും കൊണ്ട് ബൈബിളും പഠിച്ചുകൊണ്ടതാണ് വെയിലത്ത് നിൽക്കുക, ഇങ്ങനെ നിൽക്കുക. ഞാൻ പറയുന്നത് പുസ്തകത്തിൽ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. നിനക്ക് വേണേ വിശ്വസിക്കാം. വിശ്വസിച്ചുകൊണ്ട് ഇറങ്ങി ചെയ്താൽ, നീ ചെയ്താൽ ദൈവം പ്രവർത്തിക്കുക. നിന്റെ കൈയോടുകൂടെ ഇരിക്കുക, നിന്റെ വായോടുകൂടെ ഇരിക്കുക, നിന്റെ ആത്മാവിൽ കർത്താവിന്റെ ശക്തി പകരോ. ആമേൻ. തിരിച്ചു വന്നപ്പോഴത്തേക്ക് പാസ് പറഞ്ഞു. ഞാൻ പാസ് വിളിച്ചു, പാസ് വന്നിരുന്നെങ്കിൽ ഒരു ജ്യൂസ് കുടിക്കാമെന്നല്ലോ. നമ്മൾ ഇത്ര നടന്ന് വന്നല്ലേ, രാവിലെ തൊട്ട് നടക്കാമെന്ന് പറഞ്ഞൊരു ജ്യൂസ് കുടിക്കാമെന്നല്ലോ. ഷാജ, ഞാൻ വന്ന പട്ടി കടിക്കും. അവര് അങ്ങനെ വിശ്വാസമാണെങ്കിൽ വരാതാണ് നല്ലത്. സ്തോത്രം. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഒരു പാസ്റ്റർ കയ്യെ കെട്ടിക്കൊണ്ട് വന്നേക്കാം. ഞാൻ പറഞ്ഞു, ശാസിച്ചില്ലേ? ശാസിക്കാനുള്ള സമയമൊന്നും കിട്ടുക, പെട്ടെന്നുള്ള അറ്റാക്കായിരുന്നു. ഞാൻ പറയുന്നത്, ഈ ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച സഭായോഗത്തിൽ വന്ന് കൈയടിച്ച് അന്യഭാഷ പറഞ്ഞ് പോകുന്നതല്ല. ഡെയിലി നിന്റെ വിശ്വാസം എക്സസൈസ് ചെയ്യണം. ഡെയിലി ചെയ്തു നോക്കണം. നീ ആത്മാവിൽ നിറഞ്ഞ് നിന്റെ കിച്ചൻ്റെ അകത്ത് ആത്മീയ ശുശ്രൂഷ ആരംഭിക്കാൻ തുടങ്ങണം. നീ വിശ്വാസത്താൽ ദൂതന്മാരോട് കൽപ്പിക്കണം. വിശ്വാസത്താൽ കാര്യങ്ങൾ കാണാം. കരമൊന്ന് ഉയർത്തി ഒരു ആമേൻ പറഞ്ഞാടെ. ഞാൻ ആ വീട്ടിൽ ചർച്ച തുടങ്ങിയപ്പോൾ ഒരു ചെറിയ ഹോളാണ്, 30 പേർക്ക് ഇരിക്കാവുന്ന ഹോളാണ്. അതിനകത്ത് ഞാൻ പറയും AC ഹോള്, 1000 പേർക്ക് ഇരിക്കാവുന്ന AC ഹോള് ഞാൻ പണിയും. അപ്പോൾ ആൾക്കാർ ചോദിച്ചു, എങ്ങനെ നടക്കാനാ പാസ്റ്റേ? നമ്മൾ വളരെ ഞെരുക്കത്തിലൂടെ പോവുകയാണ്, എങ്ങനെ നടക്കും? ഞാൻ പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ നടക്കും. നല്ല ചവിട്ടും മോച്ചയൊക്കെ എടുത്തു. ആൾക്കാർ അമ്മച്ചോരെന്ന് പറയണ്ട, എൻ്റെ പൊന്നു പാസ്റ്റർ ഇങ്ങനെ ചങ്കുപൊട്ടി പ്രസംഗിക്കരുത്, ഞങ്ങളുടെ നെഞ്ചു പൊട്ടുന്ന ഒച്ചയാണ് ഇങ്ങനെ വരുന്നതെന്ന് പറഞ്ഞു. 10 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ അതിനകത്താണ്. ഇപ്പം ഞാൻ പറയുന്നത് 1ഉം 2ഉം അല്ല, 10 ഏക്കർ സ്ഥലം, 1,25,000 സ്ക്വയർ ഫീറ്റുള്ള ചർച്ച് യേശുവിൻ്റെ നാമത്തിൽ പണിയും. പറയുന്നുണ്ട്, വല്ല നഷ്ടം വല്ലതും ഉണ്ടോ? നഷ്ടം വല്ലതും ഉണ്ടോ? ഒന്നുമില്ലല്ലോ. എന്നാൽ പറ, നിങ്ങൾ എന്ത് പറയുന്നു അത് പ്രാപിക്കും. ഇന്ന് നിങ്ങൾ പറയുന്നതാ നാളെ നിങ്ങളുടെ കൈ വരുന്നതാ.
ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നാളെ നിങ്ങളുടെ കൈ കർത്താവ് തരുക. എത്ര പേർക്ക് വിശ്വാസത്തോടെ ആമേൻ പറയാൻ പറ്റുമോ? ശക്തിയോടെ ആമേൻ പറഞ്ഞാടെ. ഈ പവർ അങ്ങോട്ട് കയറിയാൽ ഈ പവറിൻ്റെ അടുത്ത പ്രത്യേകത ഉളവാക്കും, ഇല്ലാത്തത് ഉണ്ടാക്കും. ഈ പവർ നിങ്ങളുടെ അകത്ത് വന്നാൽ ഇല്ലാത്തത് ഉണ്ടാക്കും. കാരണം പരിശുദ്ധാത്മാവാണ് പവർ. ഉറക്കെ പറ, പരിശുദ്ധാത്മാവാണ് പവർ. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ എന്തുണ്ടാവും? പവർ ഉണ്ടാവും. പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ ഒരു പവർ ഉണ്ടായില്ല. എന്നാണ്ട് ബ്രദറെ? ഒന്നുമില്ല. എന്നാണ്ട്? ഒന്നുമില്ല. സഭയിൽ എന്നാണ്ട് വിഷയം? ഒന്നുമില്ല. ഉണ്ടാകില്ല. വല്ലതും ഉണ്ടാവോ? ഒന്നും ഉണ്ടാകില്ല. അവൻ്റെ കയ്യിലുണ്ടാകത്തില്ല, അവൻ്റെ പോക്കറ്റിലുണ്ടാകത്തില്ല, അവൻ്റെ അകത്തും ഉണ്ടാകത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞാൽ നിനക്കുണ്ടാകും, വെളിപ്പാടുണ്ടാകും, പ്രവചനം ഉണ്ടാകും, ഉളവാക്കും. ഈ പവർ വന്നാൽ ഉണ്ടാകും. ഇന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? കരങ്ങളൊന്ന് ഉയർത്തി പിടിച്ച് നല്ലൊരു ആമേൻ ഉറക്കെ പറഞ്ഞാടെ. ശക്തിയോടെ ആമേൻ ഉറക്കെ പറഞ്ഞാടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 8-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ലൂക്കോസ് 3:8. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ, അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറവാൻ തുനിയരുത്. അബ്രഹാമിന് ഈ കല്ലുകളിൽ നിന്ന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയും എന്ന് ഞാൻ അബ്രഹാമിന് കല്ലുകളിൽ നിന്ന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയും. യോഹന്നാൻ മരുഭൂമിയിൽ മാനസാന്തരത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ച യോഹന്നാൻ തൻ്റെ അടുക്കൽ വന്ന യഹൂദന്മാരോട്, പരീശന്മാരോട് പറഞ്ഞ സർപ്പസന്തതികളെ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ. ഇങ്ങനെ ഒരു പ്രസംഗം സഭക്കകത്ത് പ്രസംഗിച്ചാൽ എത്ര പേര് പിറ്റേ ആഴ്ച വരും? കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ബോർഡ് തന്നെ കണ്ടില്ലേ? യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ. ഇവിടെ പാസ് എന്ന് സർപ്പസന്തതികൾ എന്ന് പറഞ്ഞാൽ എത്ര പേര് വരും? ഉണ്ണുന്നില്ല. കണ്ടോ, സൈലൻ്റായി. ഇത് ഞാൻ പ്രതീക്ഷിച്ചു. യോഹന്നാൻ സർപ്പസന്തതികളെന്ന് പറഞ്ഞിട്ട് സ്നാനത്തിന് വല്ല കുറവുണ്ടോ? വല്ല കുറവുണ്ടോ? അത്ഭുതം വല്ലതും ചെയ്തോ? ഒരു ഭൂതത്തെ പുറത്താക്കിയോ? അപ്പം വർദ്ധിപ്പിച്ചോ? ഒന്നുമില്ല. പരിശുദ്ധാത്മാവിൽ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് ആത്മാവ് നിറഞ്ഞ് പുറത്തേക്ക് വന്നതാ. ഇന്നൊരു ദൂത് പറയാം. ആത്മാവിൽ നീ നിറഞ്ഞാൽ നീ പറഞ്ഞത് സംഭവിക്കും, പറഞ്ഞത് പോലെ സംഭവിക്കും. നീ പറഞ്ഞത് സംഭവിക്കും, പറഞ്ഞത് പോലെ സംഭവിക്കും. കരമുയർത്തി നല്ല രാമൻ ഉറക്കെ പറഞ്ഞാടെ, ശക്തിയോടെ പറഞ്ഞാടെ. ഉളവാക്കുന്ന പവർ ഒന്ന് പറഞ്ഞേ. യോഹന്നാൻ നിൽക്കുന്ന മണ്ഡലം എന്താ? കല്ലുകളിൽ നിന്ന് മക്കളെ ഉളവാക്കാൻ കഴിയുമെന്ന്. എന്ന് പറഞ്ഞാൽ ഈ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള ഒരു മണ്ഡലത്തിലാണ് യോഹന്നാൻ ചലിക്കുന്നത്. എങ്ങനെയാ? മക്കളെ ഉളവാക്കാൻ കഴിയും. ഞാൻ പറയാം, ഇന്നും ദൈവത്തിന് ചിലത് ഉളവാക്കാൻ പറ്റും. ഇന്നും ദൈവത്തിന് ചെയ്ത അത്ഭുതങ്ങളെ ചെയ്യാൻ പറ്റുമോ? ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്താൻ എൻ്റെ കർത്താവിന് കഴിയുക. ഇന്ന് രാത്രി വിശ്വസിക്കുന്നതിനകത്തുണ്ടെങ്കിൽ മരിച്ചതിനെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന സർവശക്തിയുള്ള കർത്താവ്. ആമേൻ. ഉളവാക്കാൻ കഴിയും. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. നമ്മുടെ ദൈവം ആരാ? ദഹിപ്പിക്കുന്ന അഗ്നിയാ. നമ്മുടെ ദൈവം ആരാ? സ്വർഗത്തിലും ഒതുങ്ങാത്തവനാ. നമ്മുടെ ദൈവം ആരാ? ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്നവനാ. നമ്മുടെ ദൈവം ആരാ? അവൻ ആധിപത്യം അവന്റെ തോളിലാണ്. അവൻ അത്ഭുത മന്ത്രി, വീണ്ടും ദൈവം, നിത്യ പിതാവ്, സമാധാന പ്രഭു. ചേർന്ന് സ്വതന്ത്രം പറഞ്ഞാടെ. യോഹന്നാൻ വിളിച്ചു പറയാം, അബ്രഹാം നിങ്ങൾക്ക് പിതാവായിട്ടുണ്ടെന്ന് ഉള്ളം കൊണ്ട് പറയാൻ തുനിയരുത്. അബ്രഹാമിന് ഈ കല്ലുകളിൽ നിന്ന് മക്കളെ ഉളവാക്കാൻ ദൈവത്തിന് കഴിയും. ദൈവത്തിന് ഉറപ്പുണ്ടോ? ദൈവത്തിന് പറ്റും. ഇല്ലാത്തത് ഉണ്ടാക്കാൻ ദൈവത്തിന് പറ്റും. എനിക്കില്ലാത്ത കഴിവ് തരാൻ
എൻ്റെ ദൈവത്തിന് പറ്റുമോ? ഇതുവരെ ഇല്ലാത്ത വഴി തുറക്കാൻ എൻ്റെ കർത്താവിന് പറ്റുമോ? എൻ്റെ സന്തതിക്ക് കുഞ്ഞുങ്ങളെ കൊടുക്കാൻ എൻ്റെ ദൈവത്തിന് പറ്റുമോ? എൻ്റെ ഗർഭത്തിനകത്ത് കുഞ്ഞുങ്ങളെ ചൊരിപ്പിക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയോ? എൻ്റെ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. സ്വന്തം വിവേകത്തിൽ ഊന്നരുത്, യഹോവയിൽ ആശ്രയിക്കാം. സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. യോഗനം നിൽക്കുന്ന പവർ അതാ. ഈ കല്ലുകളിൽ നിന്ന് മക്കളെ ഉളവാക്കാൻ കഴിയും. ഞാൻ പറയട്ടെ, പറഞ്ഞാൽ എഴുന്നേറ്റ് വരും, പറഞ്ഞാൽ ചെറുത് പുറത്ത് വരും. നിങ്ങളുടെ അകത്തൊരു ഫെയ്ത്ത് അങ്ങോട്ട് കയറിക്കഴിഞ്ഞാൽ നിങ്ങൾ ദൈവത്തിൻ്റെ വിശ്വാസമുള്ളവരായി മാറുകയാണ്. ഇന്ന് ഞാൻ വളരെ ശക്തമായി വിളിച്ചു പറയാം, ചിലത് ഉളവായി വരാൻ പോകുകയാണ്. ചിലത് ഉളവായി വരാൻ പോകുകയാണ്. നിന്റെ സഭയ്ക്ക് വേണ്ടി ചിലത് ഉളവായി വരാൻ പോകുകയാണ്. നിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ചിലത് ഉളവായി വരാൻ പോകുകയാണ്. നിന്റെ തലമുറയ്ക്ക് വേണ്ടി ചിലത് ഉളവായി വരാൻ പോകുകയാണ്. വിശ്വാസമുണ്ടെങ്കിൽ ശക്തിയോടെ ശക്തിയോടെ Rabakara tala 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 Rapakabara balaba Shabantara balagadala Amdal kabalagattara balagadala Ripana satara tala tala Amdal kabalagadala Ulavagate 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 ഇന്ന് നീ പറഞ്ഞാൽ ചിലത് ഉളവാകും, ഉളവായി വരും. ചെങ്കടലിൽ വഴി പൊങ്ങി വന്നതുപോലെ ഇന്ന് പകൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത ചില മണ്ഡലങ്ങളിൽ നിനക്ക് വേണ്ടി പുതുവഴികൾ ഉളവായി വരട്ടെ, ഉളവായി വരട്ടെ, ഉളവായി വരട്ടെ, ഉളവായി വരട്ടെ. Gabara tala 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 Andara balagadal kauda balagadala Arthana balagadala hamdal kabalagadala Hallelujah. ഉളവാക്കുന്ന ദൈവം വിശ്വസിക്കുന്നുണ്ടോ? ദൈവത്തിന് ചിലത് ഉളവാക്കാൻ പറ്റുമെന്നോ? വിശ്വസിക്കുന്നുണ്ടോ? 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 ഈ വിശ്വാസം ഉള്ളവൻ കല്ലുകളോട് കൽപ്പിക്കും. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ മിണ്ടായിരുന്ന ഈ കല്ലുകൾ എന്ത് ചെയ്യും? ആർപ്പ് വിളിക്കും. ഈ കല്ലിനോട് ചോദിച്ചാൽ കല്ല് പറയും ആമേൻ. ഒരുത്തൻ വീട്ടിൽ നിന്ന് ഇറങ്ങി, അപ്പൻ്റെ അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പൻ്റെ അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ലൂസ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിച്ചു. അവിടെ കിടന്നുറങ്ങി. അവിടെ കല്ലെടുത്ത് തലയാണെ വെച്ച് കിടന്നുറങ്ങി. അവൻ ആ രാത്രി ഒരു സ്വപ്നം കണ്ടു. ഭൂമിയിൽ വെച്ചിരിക്കുന്ന കോവണി അതിൻ്റെ തല സ്വർഗത്തോളം തൊട്ടിരിക്കുന്നു. ഇന്ന് തന്നെ ഒരു ദൂത് പറയാം, കിടക്കുന്നത് മണ്ണിലാണെങ്കിലും കാണുന്ന സ്വപ്നം സ്വർഗത്തെ തൊടുന്ന സ്വപ്നമാ. കാണുന്ന സ്വപ്നം സ്വർഗത്തെ തൊടുന്ന സ്വപ്നമാ. കാണുന്ന സ്വപ്നം സ്വർഗത്തെ തൊടുന്ന. ആമേൻ, ആമേൻ, ആമേൻ. ഇവൻ എവിടെ കിടക്കുന്നേ? മണ്ണിലാ കിടക്കുന്നേ. കർത്താവ് അബ്രഹാമിനോട് പറഞ്ഞെന്താ? നിന്റെ മക്കളെ കടൽക്കരയിലെ മണൽ പോലെ, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ. സൂര്യൻ അസ്തമിച്ചപ്പോൾ ഇവൻ കിടക്കുക. എവിടെ കിടക്കുക? വാഗ്ദത്തത്തെ കണ്ടുകൊണ്ട് മേളിലും താഴെയും. മേളിൽ നക്ഷത്രം, താഴെ മൊത്തം വാഗ്ദത്തത്തെ കണ്ടു. അന്ന് രാത്രി അവനൊരു സ്വപ്നം കണ്ടു. ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു കോവണി അതിൻ്റെ തല സ്വർഗത്തോളം എത്തിയിരിക്കുന്നു. അതിലൂടെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. അതിലൂടെ ദൂതന്മാർ എന്ത് ചെയ്യുന്നു? കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. അതിൻ്റെ തലക്കൽ യഹോവ നിന്നുകൊണ്ട് അവനോട് സംസാരിക്കുക, നീ കിടക്കുന്ന ഭൂമി നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വത അവകാശമായി തരുക, ശാശ്വത അവകാശമായി തരുക, ശാശ്വത അവകാശമായി തരുക. നീ കിടക്കുന്ന സ്ഥലം നിനക്കും നിന്റെ സന്തതിക്കും, നിനക്കും നിന്റെ സന്തതിക്കും, നിനക്കും നിന്റെ സന്തതിക്കും. ഞാനൊന്ന് ചോദിച്ചോട്ടെ,
യാക്കോബ് കെട്ടാൻ പോകുന്ന പെണ്ണിനെ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. ലാബാന്റെ വീട്ടിൽ ഇതിനു മുമ്പ് പോയിട്ടുണ്ടോ? ഇല്ല. കണ്ടിട്ടുണ്ടോ? റാഹേലിനെ കണ്ടിട്ടുണ്ടോ? ലേയെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. പക്ഷെ തമ്പുരാൻ കണ്ടു. തമ്പുരാൻ എന്ത് ചെയ്തു? കണ്ടു. ഇന്ന് രാത്രി ഒരു ദൂത് പറയാം, നിനക്കുള്ള തക്ക തുണയെ ദൈവം കണ്ടിട്ടുണ്ടോ? ആമേൻ. എൻ്റെ കല്യാണം നടക്കുന്ന 22 വർഷം മുമ്പ് ഞാൻ രാജസ്ഥാനിൽ ഷാപ്പുര എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മീറ്റിങ്ങിന് പോയതാണ്. ഭയങ്കര തണുപ്പുള്ള സമയമാണ്. അങ്ങനെ ശുശ്രൂഷ കഴിഞ്ഞ് വീട്ടിൽ വന്നു. ഒരു ചെറിയ സമയം വീട്ടിൽ വന്നു. ബൈക്കിനാണ് പോകുന്നു. ഭയങ്കര തണുപ്പ്. കാറ്റടിച്ച് വന്നു. ചപ്പാത്തിയും പരിപ്പൂരയും കഴിച്ചു. പ്രാർത്ഥിച്ചിട്ട് കിടക്കാൻ നേരത്ത് പെട്ടെന്ന് പരിശുദ്ധമ്മ അവനോട്, നീ കുറച്ചേരും കൂടി അന്യഭാഷയെ പ്രാർത്ഥിക്കുക, നിന്റെ വിവാഹത്തെക്കുറിച്ച് സംസാരിക്കാൻ പോവുക. വിവാഹം എന്ന് പറഞ്ഞപ്പോൾ എല്ലാ ക്ഷീണവും പോയി. എല്ലാ ക്ഷീണവും. കല്യാണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ക്ഷീണിക്കാൻ പറ്റുമോ? തണുപ്പും പോയി, ക്ഷീണവും പോയി. പിന്നെ ഇരുന്ന് അന്യഭാഷ പറയാൻ തുടങ്ങി. അന്യഭാഷ പറയാൻ തുടങ്ങിയപ്പോഴത്തേക്ക് പരിശുദ്ധാത്മാവ് അകത്തിടപെട്ടതാ. ആലപ്പുഴയിൽ ആൻസി എന്ന് പറയുന്നൊരു പെണ്ണിനെ നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അത്ര കർത്താവ് പറഞ്ഞു. ആൻസി എന്നൊരു പെണ്ണിനെ ആലപ്പുഴയിൽ ഒരുക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, എന്നോട് മാത്രം പറഞ്ഞാൽ പോരാ, എൻ്റെ പാസ്റ്ററുണ്ട്, പാസ്റ്ററോടും കൂടെ നടപടണം. ഞാൻ രാജസ്ഥാനിൽ ശുശ്രൂഷ കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ പാസ്റ്ററിനോട് പറയാ, ആലപ്പുഴ ഒരു പെങ്കൊച്ചുണ്ട്, പോയി കാണാം. ഞാൻ പറഞ്ഞു, എന്നോട് രാജസ്ഥാനിൽ ഇടപെടതാ. ഞങ്ങൾ അന്ന് ബിജു പാസ്റ്ററിൻ്റെ മാക്സ് സെൻറ്റർ ബൈക്കിൽ കൊച്ചിയിൽ നിന്ന് ആലപ്പുഴയ്ക്ക് പെണ്ണ് കാണാൻ പോകുമ്പോൾ ഞങ്ങൾ ബൈക്കിന് ഇറങ്ങി തോപ്പുംപടിയിൽ എത്തിയപ്പോൾ വേറൊരു ബൈക്കാരൻ വന്ന് ഞങ്ങളുടെ ബൈക്കിനെ ഇടിച്ചു. ഇടി കൊണ്ടതിൻ്റെ കാലേട്ടാണ്. അപ്പോൾ ബിജു പാസ്റ്ററിനോട് ചോദിച്ചു, എടാ ദൈവം തന്നെ പറഞ്ഞതാണോ? കാണാനിറങ്ങിയപ്പോൾ തന്നെ കാലും കൊണ്ടാണ് പോയെ. കാണാനിറങ്ങിയപ്പോൾ തന്നെ അങ്ങനെ ബൈക്ക് ഓടിക്കാൻ പറ്റാതെ ബൈക്ക് ഞങ്ങൾ തോപ്പുംപടി വെച്ചിട്ട് KSRTC ബസ്സിൽ കയറി ആലപ്പുഴ ചെന്നപ്പോൾ എൻ്റെ കാല് നീരായി. പിന്നെ ഞാൻ നടക്കുന്ന ഇങ്ങനെയാണ്. അപ്പം ഞാൻ ഈ രാത്രി രാജസ്ഥാനിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു, പേരും അഡ്രസ്സും പറഞ്ഞു. ഞാൻ പറഞ്ഞു, കർത്താവേ, വണ്ണമുണ്ടോ? വണ്ണമില്ലയോ? കറുത്താണോ വെളുത്താണോ? എന്നെക്കാളും പൊക്കമുണ്ടോ? ആ ഫേസും കൂടി ഒന്ന് കാണിക്കാവോ? കർത്താവ് പറഞ്ഞ് നേരിട്ട് പോയി കണ്ടാൽ മതി. അപ്പോൾ ഈ ടെൻഷനായിരിക്കും പാസ്റ്റേ, ഇത് ഇങ്ങനെ ഒരാളെ കെട്ടണമെന്ന് പറഞ്ഞു. നിങ്ങൾക്കാർക്കും അറിയത്തില്ല, അനുഭവിച്ചെങ്കിലും അറിയത്തുള്ളൂ. എങ്ങനെയായിരിക്കും എന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ ഞാൻ വളരെ പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ ഇങ്ങനെ വന്നേക്കാം. അങ്ങനെ ആലപ്പുഴ ചെന്നിറങ്ങി ഞങ്ങൾ ഇവരുടെ വീട്ടിലേക്ക്, ആൻസിയുടെ വീടിനകത്ത് ഗേറ്റ് തുറന്ന് അങ്ങോട്ട് കയറുമ്പോൾ എൻ്റെ നീരുള്ള കാലാണെങ്കിൽ ഞാൻ ഇങ്ങനെ കാലെടുത്ത് അകത്തേക്ക് വെച്ചിട്ട്, പെണ്ണെ കണ്ടിട്ടില്ല, നമ്മളെ ഇഷ്ടപ്പെടുമെന്ന് അറിയത്തില്ല, ഭാവി എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഞാൻ ആ കാലം കൂടെ അകത്ത് വെച്ചിട്ട്, എൻ്റെ നിമിത്തം ഈ ഭവനം അനുഗ്രഹിക്കപ്പെടും. ഒന്നും നടന്നിട്ടില്ല, ഒന്നും ആയിട്ടില്ല, എന്താണെന്നൊന്നും അറിയത്തില്ല. പക്ഷെ ഞാൻ ആ വിശ്വാസത്തോടെ കാലത്ത് വെച്ചു, എൻ്റെ നിമിത്തം അനുഗ്രഹിക്കപ്പെടും. ഇവർ 3 ദിവസം ഉപവസിച്ച് പെണ്ണ് കാണാൻ വരികയല്ലേ, എന്തായിരിക്കും? അവരുടെ അമ്മ ഒരു സ്വപ്നം കണ്ടു, നീല ചെക്ക് ഷർട്ടിട്ടുണ്ടോ പറഞ്ഞത്, അതാ അടയാളം എന്ന് പറഞ്ഞു. ഞാൻ ചെന്നു, പെണ്ണിനെ കണ്ടു, ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു, സുവിശേഷ വില കഷ്ടപ്പാടും ദാരിദ്ര്യമൊക്കെ ആയിരിക്കും, എനിക്കും സുവിശേഷ വെക്കാം. ഓക്കെ ആണോ? ഓക്കെ. പിന്നെ ടെൻഷനായി, കല്യാണം നടത്തണ്ടേ? എനിക്കെപ്പോഴും പൈസ കിട്ടും. ഞാൻ ശുശ്രൂഷ തുടങ്ങി അന്ന് തൊട്ട് എനിക്ക് പൈസ കിട്ടും. പക്ഷേ ഞാൻ ശുശ്രൂഷയും കഴിഞ്ഞ് വരുമ്പോൾ കുറേ പാസ്റ്റർമാരുണ്ട്, ഇവർക്കൊക്കെ ഭയങ്കര ഇത്തിരി ടൈറ്റാണ്. അപ്പം എനിക്ക് കിട്ടുന്ന പൈസയെല്ലാം 150 രൂപ ഒഴിച്ച് ബാക്കി എല്ലാ പൈസയും ഈ പാവപ്പെട്ടവർക്കും ഈ കഷ്ടപ്പെടുന്ന ആൾക്കാർക്കും പാസ്റ്റേഴ്സിനൊക്കെ എല്ലാം കൊടുക്കും. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ടെൻഷനായി. കർത്താവേ, എങ്ങനെ കല്യാണം നടക്കും? കടം വാങ്ങാൻ പറ്റത്തില്ലല്ലോ, എങ്ങനെ നടക്കും? പാസ്സായതുകൊണ്ട് സ്വീകരണം ചോദിക്കാൻ പറ്റത്തില്ല, എങ്ങനെ നടക്കും? ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവേ, ഒരു 25,000 രൂപ കിട്ടിയാൽ, ഒരു 25,000 മതി, വെറുതെ ആഡംബരമൊന്നും കാണിക്കണം, എന്തിനാ? ഒരു 25,000 കൊണ്ട് കല്യാണം നടത്താം. പക്ഷെ ചോദിച്ചത് നിലച്ചിട്ട് അത്യന്തപരമായി 50,000 കിട്ടി. 50,000 രൂപ കൊണ്ട് കല്യാണം നടത്തിയിട്ടുണ്ടല്ലോ, 5 ലക്ഷം കൊണ്ട് നടത്തുന്ന പോലെ പോയി. ഞാൻ പറയുന്നത്, ദൈവം ഒരുവൻ്റെ വഴിയിൽ പ്രസാദിച്ചു കഴിഞ്ഞാൽ, കൊച്ചിയിൽ ഞങ്ങളപ്പോൾ ബിരിയാണിയാണ് വെച്ചത്. ബിരിയാണി എന്ന് പറഞ്ഞാൽ കിടാവ് ബിരിയാണി. വന്നവരെല്ലാം മട്ടറ എന്ന് പറഞ്ഞ് ശരിക്കും അടിച്ചു. മട്ടറ എന്ന് പറഞ്ഞ് ഭയങ്കര അടി, നല്ല പോളിങ്, നല്ല ശതമാനം പോളിങ്, ഒരു രക്ഷയില്ല. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ
ഭയങ്കര പോളിങ്ങാ. അപ്പോൾ ആൾക്കാരൊന്നും ചോദിക്കുന്നു, പാസ്റ്റർ എങ്ങനെ മുതലാകും? ഇത് എങ്ങനെ മുതലാകും? നമുക്കല്ല അറിയത്തുള്ളൂ സാധനം വേറെന്ന്. തമ്പുരാൻ അങ്ങോട്ട് പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ ദൈവത്തിന് നിന്റെ കുടുംബത്തിനെ കല്യാണം ഒന്ന് അനുഗ്രഹിക്കാൻ. എല്ലാം കഴിഞ്ഞ് പൈസ എല്ലാം കൊടുത്ത് എല്ലാവരും വിട്ട് കഴിഞ്ഞപ്പോൾ 150 രൂപ ഉണ്ട്. ഞാനും ആൻസും കൂടി ബൈക്ക് എടുത്ത് കൊച്ചി കടപ്പുറത്ത് പോയിട്ട് ഒരു ഐസ്ക്രീം വാങ്ങിച്ചു. 100 രൂപ 2 ഐസ്ക്രീം വാങ്ങിച്ച് ഞങ്ങൾ കഴിച്ചു. 100 രൂപക്ക് പെട്രോൾ അടിച്ചു. ബാക്കി 50. അതുകൊണ്ട് തുടങ്ങിയതാ. 50 കൊണ്ട് തുടങ്ങിയ പാസ്റ്റേ. ഇന്ന് ടെൻഷനൊന്നും അടിക്കണ്ട, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. ഇന്ന് ആൾക്കാർ അസൂയ തോന്നുകയല്ലേ? ഞാൻ പറയുന്നത് ഈ ദൈവം ഉളവാക്കുന്ന ദൈവമാണ്. ഈ ദൈവം ഉളവാക്കുന്ന ദൈവമാണ്. ഈ ദൈവത്തിന്റെ പവറാ. അപ്പോൾ നിന്റെ ഭാവി നീയായിട്ട് നോക്കിയെടുക്കണ്ട, തമ്പുരാൻ നോക്കിയിട്ടുണ്ട്. ശരിക്കിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. ഇതുവരെ കൈവപ്പ് ശുശ്രൂഷ ഞാൻ ചെയ്തിട്ടില്ല. ഇത് വാരിയുണ്ട് ഇവിടെ, വീട്ടിൽ കൊണ്ട് ആക്കിയിട്ടില്ല. ഉണ്ടെന്നല്ലോ. ഹലോ, ഇതുവരെ 2 പിള്ളേരുണ്ടോ? 2 പിള്ളേരുണ്ടോ? വഴക്കിട്ട് വീട്ടിൽ കൊണ്ടാക്കിയോ? കുടുംബ പ്രശ്നം ഉണ്ടായോ? ചെയ്തിട്ടില്ല. കാര്യം കർത്താവ് പറഞ്ഞതാ, ഞാൻ നിനക്ക് ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന്. ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന വാഗ്ദത്തത്തിലേക്ക് നീയും നിന്റെ തലമുറയും കയറുക. ദൈവഹിതമില്ലാത്ത ഒരെണ്ണം നടക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ഈ ദൂതവിടെ പറയുമ്പോൾ ദൈവഹിതമില്ലാത്ത സകല ഭാവിയ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ആകട്ടെ. കരമുയർത്തി ഒരു ആമേൻ പറഞ്ഞാടെ, ശക്തിയോടെ ആമേൻ പറഞ്ഞാടെ. അപ്പോ ഈ കല്ല് തലണ വെച്ച് കിടക്കുമ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരും. ഈ വാഗ്ദത്തം കേട്ട് കഴിഞ്ഞപ്പോൾ ഈ കല്ലെടുത്ത് നിർത്തിയിട്ട് ഇതിനെ എണ്ണ ഒഴിച്ച് എന്ത് ചെയ്തു? അഭിഷേകം ചെയ്തു. കല്ലങ്ങോട്ട് കുത്തി നിർത്തിയിട്ട് ഈ കല്ലിനെ അഭിഷേകം ചെയ്തു. എടാ യാക്കോവേ, ഒരു സ്വപ്നം കണ്ടെന്ന് വിചാരിച്ചോ, ഒരു ദൈവശബ്ദം കേട്ടെന്ന് വിചാരിച്ചോ, ഈ കല്ലിനെടുത്ത് കുത്തി നിർത്തി അഭിഷേകം ചെയ്യാൻ നിനക്കെന്നെ വട്ടാണോ? കല്ലിന്മേ എണ്ണ ഒഴിച്ചാൽ അത് തൂകിപ്പോകത്തില്ലേ? അവൻ പറയും, എണ്ണയാണോ അഭിഷേകമാണോ വീണതോ? ഇത് നാളെ ആലയമാകോ, ഇത് നാളെ ആലയമാകോ, ഇത് നാളെ ആലയമാകോ. ഇന്ന് രാത്രി ചിലതിൻ്റെ മേൽ ഒരഭിഷേകം വിശ്വാസമുണ്ടെങ്കിൽ കരം ഉയർത്തിപ്പിടിച്ച നല്ലൊരു ആമേൻ ഉറക്കെ പറഞ്ഞാട്ടെ. കാലിനെ കുത്തി നിർത്തിയിട്ടാണ് കൂടെ ആത്മമണ്ഡലം തുറന്നു കഴിഞ്ഞപ്പോൾ കാലിനും കൂടെ അഭിഷേകം ചെയ്തു. കല്ലിനെന്ത് ചെയ്തു? ആത്മമണ്ഡലത്തിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആത്മീയ അന്തരീക്ഷം ഇല്ലാതെ കല്ലുമേ എടുത്ത് എണ്ണ ഒഴിക്കാൻ തലക്ക് വട്ടാന്ന് പറയും. കല്ല് കുത്തി നിർത്തി അങ്ങോട്ട് പകർന്നു. ഇതൊക്കെ ദൈവശബ്ദവും ദൈവ സാന്നിധ്യവും ആ ഒരു ആത്മമണ്ഡലം തുറന്നെങ്കിലേ ഇതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതൊരു ദൈവവചനത്തിലെ വ്യവസ്ഥയാ. ഈ കല്ലിനെ വെച്ചിട്ട് എണ്ണ ഒഴിക്കുക എന്ന് പറഞ്ഞാൽ അവൻ ബുദ്ധിയുള്ളവൻ പറയോ അത് തൂകിപ്പോകത്തില്ലേ? അതുകൊണ്ട് തന്നെ പ്രയോജനം. ഈ വെറും ജലം എന്തിനാന്ന് ചോദിക്കുമ്പോൾ ആത്മാവുള്ളവൻ പറയോ ഇത് വെറും ജലമല്ല, നാളെ ഇത് ബദലാകാനുള്ളതാ. നാളെ ഇത് ബദൽ. കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് ആമേ പറഞ്ഞാട്, ശക്തിയോടെ ആമേ പറഞ്ഞാട്. കല്ലിനെ അഭിഷേകം ചെയ്തു. അതുകൊണ്ടാ ഈ കല്ലുകൾ ആർത്തി വിളിക്കുമെന്ന് യേശു പറഞ്ഞേ. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞേ, ഈ കല്ലുകളിൽ നിന്ന് മക്കളെ ഉളവാക്കാൻ ദൈവത്തിന് പറ്റും. അഭിഷേകമുള്ള നിന്നിൽ എന്ത് വേണേലും ദൈവത്തിന് ചെയ്യാൻ പറ്റുമോ? ആത്മാവ് നിറവുള്ള നിന്നെ കൊണ്ട് എന്ത് വേണേലും എൻ്റെ കർത്താവിന് ചെയ്യാൻ പറ്റുമോ? ഏത് നിലവാരത്തിലോ എൻ്റെ ദൈവത്തിന് നിന്നെ ഉപയോഗിക്കാൻ പറ്റുമോ? വിശ്വാസമുണ്ടെങ്കിൽ ശക്തിയോടെ ആമേ പറഞ്ഞാടെ, ശക്തിയോടെ ആമേ പറഞ്ഞാടെ. ഹല്ലേലൂയ. ഈ യോഹന്നാൻ വന്നതൊരു വാഗ്ദത്ത പ്രകാരമാണ്. യോഹന്നാൻ വന്നതോ ഒരു വാഗ്ദത്ത പ്രകാരമാണ്. യോഹന്നാൻ ജനിക്കുമെന്ന് പ്രതീക്ഷിച്ച സമയത്തൊന്നും യോഹന്നാൻ ഉണ്ടായില്ല. സെക്കറിയാവിനും എലിസബത്തും രണ്ടുപേരും നീതിയുള്ളവരാ, പക്ഷെ അവർ കുറ്റമില്ലാത്തവരാ, ദൈവസന്നിധിയിൽ നിൽക്കുന്നവരാ, പക്ഷെ അവർക്ക് തലമുറകൾ ഉണ്ടായില്ല. ആമേൻ. ഞാനൊരു ദൂത് പറയട്ടെ, നേരോടെ നടന്നിട്ട് എന്തുകൊണ്ടാണ് ഇവർക്ക് ഈ വാഗ്ദത്തം താമസിച്ചത്? ഇന്ന് രാത്രി ഞാൻ പറയാവാ, ഒരു സമയം ദൈവം വെച്ചിട്ടുണ്ട്, ഒരു സമയം ദൈവം വെച്ചിട്ടുണ്ട്. നിന്റെ ജീവിതത്തിൽ ഒരു കുറവ്
കുറവും ഇല്ലാതിരുന്നിട്ട് താമസിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ പ്രത്യേക പദ്ധതിക്കാണ്. അത് ദൈവത്തിന്റെ. ആരോടാ ഈ ദൂത് പറയുന്നത്? ആരോടാ ദൂത് പറയുന്നത്? ആരോടാ ദൂത് പറയുന്നത്? ആമേ, ഒരു കുറ്റവും ഇല്ലാഞ്ഞിട്ടോ ഒരു കുറവും ഇല്ലാഞ്ഞിട്ടോ എവിടെയോ താമസിക്കുന്നുണ്ടെങ്കിൽ അതിനോട് ദൈവം പറയാ, അത് ദൈവത്തിന്റെ പ്രത്യേക പദ്ധതിക്കാണ്. വിശ്വസിക്കുന്നവർ ചാടിപ്പിടിച്ചാണ്. ചുടാറാ തനാതല ഹന്തൽ കപാലകതല റീപാന ശബാരാതല ഹന്തൽ കപാലകതല. അതൊരു പ്രത്യേക പദ്ധതിക്ക്, അതൊരു പ്രത്യേക പദ്ധതിക്ക്, അതൊരു പ്രത്യേക പദ്ധതിക്ക്, അതൊരു പ്രത്യേക പദ്ധതിക്ക്, അതൊരു പ്രത്യേക പദ്ധതിക്ക്. ഉമാന ശബാരാതല അന്തരെ പളാതല ഹത്തൽ കപാലകതല അത്തന റഗതൽ കൗടബലകതല. എന്തുകൊണ്ടാണ് എനിക്കിത് താമസിക്കുന്നത്? എന്തുകൊണ്ടാണ് എൻ്റെ തലമുറയ്ക്ക് താമസിക്കുന്നത്? പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു, അതൊരു പ്രത്യേക സമയത്ത് തരാൻ ദൈവം മാറ്റിവെച്ചിരിക്കുക. നിന്റെ ശുശ്രൂഷ ഒരു പ്രത്യേക സമയത്തിലേക്ക് ദൈവം മാറ്റിവെച്ചിരിക്കുക. ആ ഇന്ന് രാത്രി ചിലരോട് പരിശുദ്ധാത്മാവ് പറയാ, ഒരു സമയം വെച്ചിട്ടുണ്ട്, ഒരു സമയം വെച്ചിട്ടുണ്ട്. ആ സമയത്ത് ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കാം. സമയമാകുമ്പോൾ ഇതുവരെ പ്രാർത്ഥിക്കാത്തതുപോലെ പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് നിന്നെ കരങ്ങളിലെടുക്കും. എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം, ഇതുവരെ പ്രാർത്ഥിക്കാത്തതുപോലെ പ്രാർത്ഥിക്കാൻ നിന്നെ കരങ്ങളിലെടുക്കുമ്പോൾ ഓർത്തോണം, എന്തോ ദൈവത്തിൻ്റെ സമയമായി, എന്തോ ദൈവത്തിൻ്റെ സമയമായി, എന്തോ ദൈവത്തിൻ്റെ സമയമായി, എന്തോ ദൈവത്തിൻ്റെ സമയമായി. എന്തോ മഷികയിൽ വരുന്നതിന് മുമ്പ് അവന് വഴിയൊരുക്കാനുള്ള വാഗ്ദത്ത യോഗനാണ് പുറത്തു വരാൻ സമയമായി. ദൂരമാ സകല പടക്കജന ആത്മാവിൽ പിടിക്കാൻ പറ്റുന്ന വൃതനകത്ത് പിടിച്ചോണം. വലിയ അഭിഷേകമാണ് ഇന്ന് രാത്രി ഈ ഹോളിനകത്ത് ചലിക്കുന്നത്. ആത്മാവിൽ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. നിന്റെ വാഗ്ദത്തം ഒരിക്കലും തടയപ്പെടത്തില്ല, തടയാൻ പറ്റത്തില്ല, ബന്ധിക്കാൻ പറ്റത്തില്ല. തക്ക സമയത്ത് നിവർത്തിയാകാനുള്ള ദൈവത്തിന്റെ വാക്ക് ഇന്ന് രാത്രി വിശ്വസിക്കുക. ആമേൻ, ആമേൻ. കുറാബ ശബാറാബാലാദാല ദുറാബ ശബാറാബാല. കൂറിന്റെ ക്രമപ്രകാരം പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ സെക്കര്യാവ് നറുക്ക് വീണു. സെക്കര്യാവ് ധൂപം കാട്ടുവാൻ ആലയത്തിൽ ചെല്ലുമ്പോൾ ജനസമൂഹം പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. വേദപഠിതാക്കൾ പറയുന്നു, മലാക്കി മുതൽ മത്തായി വരെ ഒരു ഇരുണ്ട കാലഘട്ടം. അതിനുശേഷം ഒരു ദൈവപ്രവൃത്തി ഇല്ലാതിരിക്കുമ്പോൾ, ഒരു ദൈവശബ്ദം മുഴങ്ങാതിരിക്കുമ്പോൾ സെക്കര്യാവ് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടത്തെ വാർത്തെടുത്തു. ഏതു ഉണർവിൻ്റെ പുറകിലും രഹസ്യം പ്രാർത്ഥനയാണ്. ഏത് ഉണർവിൻ്റെ പുറകിലും രഹസ്യം പ്രാർത്ഥനയാണ്. ഞാൻ ചോദിക്കാം, ഇതാരാ തുടങ്ങി വെച്ച ആള്? ആമേ സ്തോത്രം, സെക്കര്യാവാണ്. സെക്കര്യാവ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ശുശ്രൂഷയ്ക്ക് വേണ്ടി ആലയത്തിൽ ധൂപം കാട്ടുമ്പോൾ ജനസമൂഹം പുറത്തെന്ത് ചെയ്യുക? പ്രാർത്ഥനയുടെ പിൻബലത്തിൽ ഒരു ശുശ്രൂഷ, പ്രാർത്ഥനയുടെ കൈത്താങ്ങളോടെ ഒരു ശുശ്രൂഷ സെക്കര്യാവ് ചെയ്യുമ്പോൾ ധൂപപീഠത്തിന്റെ വലത്ത് ഭാഗത്ത് ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയാണ്, സെക്കര്യാവേ, നിന്റെ പ്രാർത്ഥനയ്ക്കുത്തരമായി, നിന്റെ പ്രാർത്ഥനയ്ക്കുത്തരമായി നാളിതുവരെ ലഭിക്കാത്ത ചില ഉത്തരങ്ങൾ, നാളിതുവരെ ലഭിക്കാത്ത ചില മറുപടികൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ പ്രാർത്ഥനയ്ക്കുത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കാം. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി
നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും. യോഹന്നാൻ ഭ്രമിച്ചു, ഭയപ്പെട്ടു. അവൻ പറഞ്ഞു, ഞാൻ വൃതനും എൻ്റെ ഭാര്യ മച്ചിയുമാണ്, വയസ്സ് എന്നവളവാ. എൻ്റെ ഭാര്യ ആരാ? വയസ്സ് എന്നവളവാ. ഇതെന്തോന്നിനാൽ അറിയും. ദൂതൻ പറഞ്ഞു, എന്നാ പിന്നെ ഞാൻ പോയിട്ട് വരാമെന്നല്ല പറഞ്ഞത്. ദൂതൻ പറഞ്ഞു, ഞാൻ ദൈവസന്നിധി നിൽക്കുന്ന ഗബ്രിയേലാ, ഞാൻ ദൈവസന്നിധി നിൽക്കുന്ന ഗബ്രിയേലാ. തക്ക സമയത്ത് നിവർത്തിയാകാനുള്ള ഈ വാക്ക് വിശ്വസിക്കായാൽ നീ ഇത് കാണുന്നത് വരെ മിണ്ടാൻ കഴിയത്തില്ല, വാ തുറക്കാൻ പറ്റത്തില്ല. ഇന്ന് രാത്രി ഒരു ദൂത് പറയാവാ. ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ അവിശ്വാസമുള്ള വാക്കിനെ അടച്ചു വെച്ച, അവിശ്വാസമുള്ള നാവിനെ ബന്ധിച്ചു വെച്ച നിന്റെ വാഗ്ദത്തത്തെ കർത്താവ് നിവർത്തിക്കോ. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാടെ, ശക്തിയോടെ ആമേൻ പറഞ്ഞാടെ. ഗുറാബ ശാന്തറാബ കൗഡബലബലബലബലബ ദുരമന സാന്തൽ കമാന ഘടകജന. നിനക്കറിയാവോ, ദൈവം പ്രവർത്തിക്കാൻ ഇറങ്ങി വരുന്ന സമയത്ത് എത്ര വലിയ മഹാപുരോഹിതനാണെങ്കിലും അവിശ്വാസം പറഞ്ഞാൽ അവൻ്റെ അടച്ചു വെച്ചിട്ടോ നിന്റെ വാഗ്ദത്തത്തെ ദൈവം പുറത്തേക്കെടുക്കും. ഇന്ന് രാത്രി പരിശുദ്ധന്മാർ പറയുന്നു, ചിലതിൻ്റെ വായടച്ച് നിന്റെ വാഗ്ദത്തത്തെ ദൈവം പുറത്തെടുക്കാൻ പോകുക. ചിലത് വായടച്ച് അവിശ്വാസമുള്ള ചില നാവിനെ ബന്ധിച്ച് നിന്റെ വാഗ്ദത്തത്തെ ദൈവം പുറത്തെടുക്കാൻ പോകുക. വിശ്വസിക്കുന്നുണ്ടോ? 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 ആമേൻ. നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും. അവനെ യോഹന്നാൻ എന്ന് പേരിടണം. ദൂതനിറങ്ങി വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തു. ഒരു വാഗ്ദത്ത പ്രകാരം ദൈവം ജനിപ്പിച്ച യോഹന്നാനാ. ഇവൻ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞു. ഇപ്പം ഞാനൊരു ദൂത് പറയാം. നിന്നെ പുറത്തെടുക്കുന്നതിന് മുമ്പ് യോഹന്നാൻ പുറത്തു വന്നാൽ കർത്താവിന് വഴിയൊരുക്കാനുള്ളതാണ്. ഇവൻ എന്തെങ്കിലും അംഗഹീനം വരാതിരിക്കാൻ യേശു എന്നാ ചെയ്തു? അമ്മയുടെ ഗർഭത്തിൽ വെച്ച് പരിശുദ്ധാത്മാവ് നിറച്ചു. ഇന്ന് ഞാനൊരു ദൂത് വ്യക്തമായി വിളിച്ചു പറയാം. ഇതുവരെ സൂര്യ വെളിച്ചം കാണാതിരിക്കുമ്പോൾ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് അഭിഷേകം ചെയ്യുവാൻ എൻ്റെ ദൈവത്തിന് കഴിയുക. പുറത്തു വരുന്നതിന് മുമ്പ് അകത്ത് വെച്ച ദൈവം യോഹന്നാനെ പരിശുദ്ധാത്മാവിൽ നിറച്ചു. ആ നിറവ് പ്രാപിച്ച യോഹന്നാൻ മരുഭൂമി വിളിച്ചു പറയാ. ഇവൻ്റെ വേഷം വേറെയാ, ഇവൻ്റെ വസ്ത്രധാരണം വേറെയാ, ഇവൻ്റെ പ്രസംഗം വേറെ ശൈല, ഇവൻ്റെ ഉപദേശം വേറെ ശൈല. ഇവൻ വ്യത്യസ്തനായിട്ട് നിൽക്കുക. വചനം പറയുന്നു, സെക്കരിയാവും ഹന്നാവും ഹയ്യഫാവും മഹാപുരോഹിതന്മാരായിരിക്കും കാലം യോഹന്നാന് മരുഭൂമിയിൽ വെച്ച ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി. ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി. മരുഭൂമിയിൽ യോഹന്നാൻ ചെന്നത് നിൽക്കുന്നത് ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രാപിച്ചുകൊണ്ടാണ്. ഇന്ന് രാത്രിയിൽ പരിശുദ്ധമാവ് ഞാൻ ദൂത് പറയാം. മരുഭൂമി നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് തകർക്കാനല്ല, അത് അരുളപ്പാടുകൾ പ്രാപിക്കാനാണ്. അത് ചില ദൈവിക ശബ്ദം പ്രാപിക്കാനാണ്. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാണ്. മരുഭൂമിയിൽ വെച്ച ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി. ഈ അരുളപ്പാടുള്ള മനുഷ്യന് ആമേൻ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ അനേകർ സ്നാനപ്പെടാൻ തുടങ്ങി, അനേകർ വിടുതൽ പ്രാപിക്കാൻ തുടങ്ങി, ജനം വന്ന് മാനസാന്തരപ്പെടാൻ തുടങ്ങി. അങ്ങനെ നിൽക്കുമ്പോൾ യോഹന്നാൻ പറയുന്നത്, ആമേൻ, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിന് അബ്രഹാം നിങ്ങൾക്ക് പിതാവായിട്ടുണ്ടെന്ന് പറയാൻ തുനിയരുത്, പാരമ്പര്യം പറയാൻ നിൽക്കരുത്. അബ്രഹാമിന് ഈ കല്ലുകളിൽ നിന്ന് മക്കളെ ഉളവാക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയുക, എൻ്റെ ദൈവത്തിന് കഴിയുക, എൻ്റെ ദൈവത്തിന് കഴിയുക. ഇല്ലാത്തത് ഉളവാക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയുക. ഈ രാത്രിയിലും ഈ സഭയ്ക്കകത്ത് ഇല്ലാത്തത് ഉണ്ടാക്കാൻ ദൈവത്തിന് കഴിയുക. കുറാബ ശമനദല ലക്കുന സിയാറബ ഖരാദല ഉഡമ സിയലബര
ആത്മാവിൽ ചലിച്ചേ, ആത്മാവിൽ ചലിച്ചേ, ആത്മാവിൽ പ്രാർത്ഥിച്ചേ. ഉളവായി വരാൻ പോകുക. ഇല്ലാത്ത ബലം നിന്റെ അകത്തുണ്ടാകാൻ പോവുക. ഇല്ലാത്ത വഴി നിനക്ക് വേണ്ടി തുറക്കാൻ പോവുക. ഇല്ലാത്ത വീട് നിനക്ക് ഉണ്ടാകാൻ പോവുക. ആ ഇട്ടാത്ത ജോലി നിനക്ക് കിട്ടാൻ പോവുകയാണ്. ഇതുവരെ ലഭിക്കാത്ത പ്രമോഷൻ നിനക്ക് ഉളവായി വരാൻ പോവുകയാണ്. തലമുറ ഇല്ലാത്ത നിനക്ക് തലമുറകൾ ജനിക്കാൻ പോവുകയാണ്. ഉളവാക്കുന്ന ദൈവശക്തി, ഉളവാക്കുന്ന ദൈവശക്തി നിന്നിൽ വ്യാപരിക്കട്ടെ. ഉളവായി വരും, ഉളവായി വരും, ഉളവാക്കും. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തി തരാൻ ദൈവത്തിന് കഴിയും. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്താൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുക. ദൈവശക്തി നിന്റെ അകത്ത് കയറിയാൽ ഇല്ലാത്ത ചിലത് ഉളവാകവാ, ഇല്ലാത്ത ചിലത് ഉളവായി വരവാ, ഇല്ലാത്ത ചിലത് ഉളവായി വരവാ, ഇല്ലാത്ത അഭിഷേകം ഉണ്ടാകവാ, ഇല്ലാത്ത വെളിപ്പാട് നിനക്കുണ്ടാകവാ. ഇതുവരെ ദേശത്തില്ലാത്തതാ നിന്നിലൂടെ കർത്താവ് ഉളവാക്കാൻ പോകുകയാണ്. നിന്നിലൂടെ കർത്താവ് ഉളവാക്കാൻ പോകുകയാണ്. കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് രാമേ പറഞ്ഞാടെ, ശക്തിയോടെ രാമേ പറഞ്ഞാടെ, ഉറക്കെ രാമേ പറഞ്ഞാടെ. ഉളവാക്കും, ഉളവാകും. ഈ പവർ നിന്റെ അകത്തുണ്ടോ? ഇല്ലാത്തതെല്ലാം ഉളവാകും. ഇന്ന് ഞാൻ നിങ്ങൾ നോക്കി പ്രവചിക്കാം. ആത്മശക്തി പ്രാപിച്ചാൽ ഇല്ലാത്തതെല്ലാം ഉളവാകും. ഇല്ലാത്തത് വിശ്വാസത്തോടെ ഈ ദൂതിനോട് ആമേൻ പറഞ്ഞോ. ബലമില്ലയോ? ബലമുണ്ടാകും. കിഡ്നി ഇല്ലയോ? കിഡ്നി ഉണ്ടാകുക. ഗർഭാശയമില്ലയോ? ഉളവായി വരുക. ആമേ സ്തോത്രം. എന്താണോ നിനക്കില്ലാത്തത്? ജ്ഞാനം കുറവാകുന്നെങ്കിൽ ഭത്സിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് ചോദിക്കുക. എന്നാ നിനക്ക് ലഭിക്കുമെന്ന വചനം പറയുന്ന. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ ഉളവാക്കാൻ ദൈവത്തിന് പറ്റും. ഉളവായി വരും, 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 ഉളവായി വരുക, ഉളവായി വരുക, ഉളവായി വരുക, ഉളവായി വരുക. നിനക്ക് വേണ്ടി ഉളവായി വരുക. നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഉളവായി വരുക. നിന്റെ ഭാവിക്ക് വേണ്ടി ഉളവായി വരുക. നിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഉളവായി വരുക. ഇല്ലാത്തതുണ്ടാകാം. കരമുയർത്തി ഒരാമേൻ പറഞ്ഞാടെ, ശക്തിയോടെ ആമേൻ പറഞ്ഞാടെ. ദൈവത്തിൻ്റെ ശക്തി, ഉളവാക്കുന്ന ശക്തി, ഇത് വാഗ്ദത്തങ്ങളെ നിവർത്തിക്കുന്ന ശക്തി, ഇത് ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തി. ഈ ശക്തി നിന്റെ അകത്ത് കയറിയിട്ടുണ്ടോ? ഒരു കാരാഗ്രഹത്തിലോ നിന്നെ അടച്ചു വെക്കാൻ കഴിയത്തില്ല. ഒരു കല്ലറയ്ക്ക് നിന്നെ അടച്ചു വെക്കാൻ കഴിയത്തില്ല. ഒരാമത്തിന് നിന്നെ കെട്ടിപ്പൊട്ടാൻ കഴിയത്തില്ല. നീ അതിനകത്തുനിന്ന് പുറത്തു വരും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. ഉളവാക്കും ദൈവം, ഉളവാക്കും, ഉളവാക്കി തരും, ഉളവാക്കി തരും. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തും, വിളിച്ചു വരുത്തും. ആകാശം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായെങ്കിൽ, സൂര്യനും നക്ഷത്രങ്ങളും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായെങ്കിൽ, ആകാശത്തിൽ പറവകൾ പറക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായെങ്കിൽ, ആമേ സമുദ്രത്തിൽ മത്സ്യങ്ങൾ കൂട്ടം കൂട്ടമായി ജനിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായെങ്കിൽ, ഇന്ന് ദൈവം നിനക്ക് വേണ്ടി ഉളവാക്കാൻ പോകുകയാണ്, ഉളവാക്കാൻ പോകുകയാണ്. ആമേ. ഇത് വ്യാപരിക്കണമെങ്കിൽ ഈ പവർ നിങ്ങളുടെ മേൽ ഉണ്ടാകണം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നവർ ദൈവത്തിന് എഴുന്നേറ്റ് നാട്ടെ. ഈ ശക്തി നിന്റെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ നീ ആള് മാറിയതുപോലെ ആകും. നീ ആള് മാറിയതുപോലെ ആകും. നീ ആള് മാറിയതുപോലെ ആകും. നീ ഒരു അത്ഭുതമായി മാറും. നിന്റെ ചരിത്രം പഴയതുപോലെ തുടരത്തില്ല. ദൈവം നിനക്ക് വേണ്ടി ചിലത് ഉളവാക്കി തരാൻ പോകുക. നിനക്ക് വേണ്ടി ഉണ്ടാക്കി തരാൻ പോകുക. എന്താണോ നിനക്കില്ലാത്തത്, ഇന്ന് ഈ സമയം വിശ്വാസത്തോടെ
ഞാനല്ല പറയാൻ പോകുന്നത്, നിങ്ങളിപ്പോൾ പറയണം. ഈ അന്തരീക്ഷത്തിൽ നിങ്ങൾ കൽപ്പിക്കണം. ഈ ആത്മമണ്ഡലം തുറന്നിരിക്കുമ്പോൾ നിങ്ങൾ കൽപ്പിക്കണം. അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന ദൂതന്മാർ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അവൻ്റെ ശബ്ദത്തിൻ്റെ ആജ്ഞ അനുസരിക്കുന്ന ദൂതന്മാർ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. ഈ രാത്രി വിശ്വാസത്തോടെ കൽപ്പിക്കുക. എന്താണോ ഇല്ലാത്തത് അതുണ്ടാകാൻ കൽപ്പിക്കുക. ഉണ്ടാകാൻ നിങ്ങൾ കൽപ്പിക്കണം. നിങ്ങൾക്ക് എന്താണോ ഇല്ലാത്തത് അത് ഉണ്ടാകട്ടെ എന്ന് കൽപ്പിക്കുക. യേശു അതാ പറഞ്ഞത്. ആമേൻ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും ഉണ്ടാക്കി. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും ഉണ്ടാക്കി. നമ്മുടെ ദൈവം സൃഷ്ടിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിൻ്റെ മക്കളായ നമ്മളും വിളിച്ചു പറയുമ്പോൾ ചിലത് ഉണ്ടാകും. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവൻ്റെ നാമത്തിലാണ് ഉണ്ടായത്. ഇന്ന് രാത്രി എന്താണ് ഉണ്ടാകേണ്ടത് അത് ഇപ്പോൾ കൽപ്പിക്കുക. അതിപ്പോൾ ഉണ്ടാകാൻ പോകുക. ചില യാത്രയ്ക്കുള്ള വഴികൾ യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടായി വരട്ടെ. മക്കളില്ലാത്തവർക്ക് മക്കൾ ഉണ്ടാകട്ടെ. ഭവനമില്ലാത്തവർക്ക് ഭവനം ഉണ്ടാകട്ടെ. ശുശ്രൂഷ ഇല്ലാത്തവർക്ക് ശുശ്രൂഷ ഉണ്ടാകട്ടെ. ഇല്ലാത്തതെല്ലാം ഉളവാകട്ടെ. കാഴ്ചയില്ലാത്തവർക്ക് ഇന്ന് രാത്രി കാഴ്ച ഉണ്ടാകട്ടെ. കേൾവി ഇല്ലാത്തവർക്ക് കേൾവി ഉണ്ടാകട്ടെ. അസ്ഥികൾക്ക് ബലമില്ലാത്തവർക്ക് അസ്ഥികൾക്ക് ബലമുണ്ടാകട്ടെ. മസിലുകൾക്ക് ബലമില്ലാത്തവർക്ക് മസിലുകൾക്ക് ബലമുണ്ടാകട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഉളവാകട്ടെ. ഉളവാകട്ടെ. പരിശുദ്ധാത്മാവേ, സൃഷ്ടിപ്പിൻ്റെ ആത്മാവേ, വെള്ളത്തിന്മേലെ പരിവർത്തിച്ച പരിശുദ്ധാത്മാവേ, ഇന്ന് ഈ സഭയുടെ മേൽ ഉളവാക്കുന്ന ആത്മമണ്ഡലം തുറക്കട്ടെ. സൃഷ്ടിക്കുന്ന ആത്മമണ്ഡലം തുറക്കട്ടെ. ഇവിടെ തുറക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചിലത് ഉളവായി വരട്ടെ. കൈകൾക്ക് ബലമില്ലാത്തവർക്ക് ബലമുണ്ടാകുന്നു. കണ്ണിന് കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച ഉണ്ടാകുന്നു. ചെവിക്ക് കേൾവി ഇല്ലാത്തവർക്ക് കേൾവി ഉണ്ടാകുന്നു. സംസാരശേഷി കുറവുള്ളവർക്ക് സംസാരിക്കാനുള്ള ബലമുണ്ടാകുന്നു. ഹാർട്ടിന് ബീറ്റ് കുറവുള്ളവർക്ക് അതുണ്ടാകുന്നു. കിഡ്നി ബലഹീനമായത് കിഡ്നി ഉണ്ടാകുന്നു. തലമുറകൾ ഇല്ലാത്തവർക്ക് തലമുറകൾ ഉണ്ടാകുന്നു. ആരോഗ്യമില്ലാത്തവർക്ക് ആരോഗ്യമുണ്ടാകുന്നു. സൗഖ്യമില്ലാത്തവർക്ക് യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടാകുന്നു. ഈ ജനത്തിന്റെ മേൽ ദൈവിക വിടുതൽ ഞാൻ കൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ. കരങ്ങൾ ഉയർത്തി നല്ലൊരു ആമേൻ പറഞ്ഞാടെ. എൻ്റെ പേര് ഷാജൻ, എൻ്റെ വൈഫിൻ്റെ പേര് ആൻസി. ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങൾ, ആശിഷ്, ആശേർ. ഞങ്ങൾ കോട്ടയത്ത് കഞ്ഞിക്കുഴിയിൽ പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ സമീപത്താണ് ഞങ്ങളുടെ ചർച്ച്. നിങ്ങൾ കോട്ടയംകാരുണ്ടെങ്കിൽ അവിടെ വരുമ്പോൾ ഞങ്ങളുടെ ചർച്ചയിൽ വരണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ മീറ്റിങ്ങിന് വേണ്ടി ക്ഷണിച്ച കർത്താവിൻ്റെ ദാസനോടും സഭയോടുള്ള പ്രത്യേകം നന്ദി അറിയിക്കുന്നു. താങ്ക് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ.